ഹലോ നമസ്കാരം, എല്ലാവർക്കും ജാഷി വയനാട് സ്റ്റോറീസിലേക്ക് സ്വാഗതം. ബ്രഹ്മമന്ത്രം മാന്ത്രിക നോവൽ അധ്യായം 3 നോവൽ തുടർച്ച. താൻ നേരത്തെ മനസ്സിൽ കരുതി വച്ചിരുന്ന കാര്യമോർത്തപ്പോൾ അയാളുടെ ചുണ്ടിൽ ചിരിയൂറി. മനക്കണ്ണുകൾ കൊണ്ട് അയാൾ ഒരു പരുന്തിനെ പോലെ ഗ്രാമത്തിനു മീതെ സഞ്ചരിച്ചു. പറ്റിയ ഒരു സ്ഥലം കണ്ടെത്തുകയും ചെയ്തു. ചെറുകുന്നത്ത് തറവാടിന് വടക്കു കിഴക്ക് മാറി അധികം ദൂരെയല്ലാത്ത ഒരു സ്ഥലം. പഴയൊരു വീട്. അവിടെ ചീട്ടുകളി നടക്കുകയാണ്. പണം വെച്ചുള്ള കളിയാണ്. 6 പേരുണ്ട്. കൊള്ളാം, ഇവിടെ തന്നെ പറ്റിയത്. ബ്രഹ്മദത്തൻ ഓർത്തു. ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഗ്രാമത്തിലെ ചില തെമ്മാടികളാണ്. അയാളുടെ മനക്കണ്ണുകൾ ചെറുകുന്നത്ത് തറവാട്ടിലെ മുറിയിലേക്ക് നീണ്ടു. വിനയപ്രഭ ഭർത്താവിൻ്റെ അരികിൽ സുഖശയനത്തിലാണ്. ബ്രഹ്മദത്തൻ്റെ നാവിൽ മന്ത്രങ്ങൾ പിറന്നു. ഭർത്താവിൻ്റെ അരികിൽ കിടന്നുറങ്ങുകയായിരുന്ന വിനയപ്രഭ ആരോ വിളിച്ചുണർത്തിയതുപോലെ ഞെട്ടിയുണർന്നു. എന്തോ കളവ് പ്രവർത്തിക്കാൻ പോകുന്ന പോലെ അവൾ ഭർത്താവിനെ ഒളികണ്ണാലെ ഒന്ന് നോക്കി. ഒന്നും അറിയാതെ കിടന്നുറങ്ങുകയാണ് അനിരുദ്ധൻ. വിനയപ്രഭ എഴുന്നേറ്റു. അഴിച്ചിട്ടിരുന്ന മുടി വാരിക്കെട്ടി. രാത്രിയിൽ ധരിക്കുന്ന കുപ്പായമായിരുന്നു അവളുടെ വേഷം. ഒരിക്കൽ കൂടി ഭർത്താവിനെ നോക്കിയ ശേഷം അവൾ വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി. ചാവടിയും കടന്ന് തറവാടിന് പിന്നിലെ വാതിലിലൂടെ മുറ്റത്തെത്തി. ഏതോ ലക്ഷ്യത്തിലേക്ക് നടന്നു. വടക്ക് കിഴക്കോട്ട്. ചീട്ടുകളി നടക്കുന്ന ആ വീട് പഴയൊരു തറവാടായിരുന്നു. അവിടെ പുരുഷന്മാർ വാഴില്ലെന്നൊരു വിശ്വാസം പണ്ടേയുണ്ട്. അവിടെ ഉണ്ടായിരുന്നവർ വീട് വിൽക്കാൻ ശ്രമിച്ചെങ്കിലും ആരും വാങ്ങാൻ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തറവാടും കുറച്ച് പറമ്പും ഉപേക്ഷിച്ച് ഉടമസ്ഥർ മറ്റെങ്ങോട്ടോ താമസം മാറുകയായിരുന്നു. പിന്നീട് ആ വീട് സാമൂഹ്യ വിരുദ്ധന്മാരുടെ ആവാസകേന്ദ്രമായി. കള്ളുവാറ്റും ചീട്ടുകളിയും എന്നുവേണ്ട അവിടെ അരങ്ങേറാത്ത കാര്യങ്ങളൊന്നുമില്ല. തറവാടിന് ചുറ്റും കാടും പടർപ്പുകളുമാണ്. സാമൂഹ്യ വിരുദ്ധന്മാർ ഉള്ളതിനാൽ കാലികളെ മേയ്ക്കാൻ പോലും അവിടേക്കാരും പോകുമായിരുന്നില്ല. ഞാൻ കളി നിർത്തി. ഒരാൾ ഉടുപ്പിൻ്റെ പോക്കറ്റ് തപ്പി നോക്കിയിട്ട് പറഞ്ഞു. 500 പോയി. അയാൾ ഗ്ലാസ്സിൽ ഒഴിച്ചു വെച്ചിരുന്ന വാറ്റുചാരായം എടുത്ത് കുടിച്ചു. ഗ്ലാസ് താഴെ വെച്ച് പുറങ്കൈ കൊണ്ട് ചുണ്ടു തുറച്ചു. പിന്നെ മുറിയുടെ മൂലയിലേക്ക് നീട്ടിത്തുപ്പി. ഒരു വല്ലാത്ത ചൊവ. കുപ്പി വാഴയില കൊണ്ട് അടച്ച് ചേറിലിട്ടിരുന്നത് കൊണ്ടാ. ചീട്ട് കഷക്കുന്നതിനിടയിൽ മറ്റൊരാൾ പറഞ്ഞു. ആട്ടെ, നിനക്ക് ചീട്ടിടണോ? കാശ് കടം തരാമെങ്കിൽ കളിക്കാം. അത് ശരിയായില്ല, ചീട്ടുകളിയിൽ കടയില്ല. അയാൾ 5 പേർക്കായി ചീട്ട് നിരത്തി. ആ മുറി മുഴുവൻ സിഗരറ്റിൻ്റെയും ബീഡിയുടെയും കുറ്റികളും മീൻമുള്ളും മിച്ചറിൻ്റെ ചെറിയ പ്ലാസ്റ്റിക് കവറുകളൊക്കെ ചിതറിക്കിടന്നിരുന്നു. മറ്റുള്ളവർ കളിക്കുന്നത് നോക്കി അയാളിരുന്നു. പെട്ടെന്നാണ് ചാരിയിട്ടിരുന്ന വാതിൽ തള്ളി തുറന്നത്. 6 പേരും ഞെട്ടി തലയുയർത്തി. വല്ല പോലീസുകാരുമാണോ? കണ്ണുകൾ വാതിൽക്കലേക്ക് നീങ്ങിയപ്പോഴേക്കും ഓരോരുത്തരും തങ്ങളുടെ മുന്നിലിരുന്ന നോട്ടുകൾ വാരി പിടിച്ചിരുന്നു. എന്നാൽ ആശ്ചര്യസൂചകമായ ഒരു ശബ്ദം അവരിൽ നിന്നും പുറത്തു വന്നു. അകത്തേക്ക് കയറി വരികയാണ് ഒരു യുവതി. അതും ഈ നേരത്ത് ഇവിടെ തങ്ങളുടെ മുന്നിലേക്ക്. രാത്രി വസ്ത്രം അണിഞ്ഞവൾ. പകൽ പോലും ഒരു പെണ്ണിങ്ങോട്ട് തിരിഞ്ഞു നോക്കാറില്ലല്ലോ. എന്നിട്ടും ഒരാൾ തറയിൽ കത്തിച്ചു വെച്ചിരുന്ന മെഴുകുതിരി തലയ്ക്ക് മീതെ ഉയർത്തിപ്പിടിച്ചു നോക്കി. അസല പെണ്ണ്. വാറ്റുചാരായത്തിൻ്റെ ലഹരിയിലായിരുന്ന അവരുടെ സിരയിലേക്ക് വികാരത്തിൻ്റെ വേലിയേറ്റമുണ്ടാകാൻ അധിക നേരം വേണ്ടി വന്നില്ല. നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഒരുവൻ തിരക്കി. അതിന് മറുപടിയായി അവൾ വശ്യമായി ചിരിച്ചു. അയ്യോ, ഇത് ചെറുകുന്നത്ത് തറവാട്ടിലെ വിനയക്കുഞ്ഞല്ലേ? ഒരാൾക്ക് ബോധമുണ്ടായി. മറ്റുള്ളവരും അവളെ സൂക്ഷിച്ചു നോക്കി. അതെ, പക്ഷെ അവളുടെ പുഞ്ചിരി അവരെ മറ്റെല്ലാം മറക്കാൻ പ്രേരിപ്പിച്ചു. ഒരാൾ എഴുന്നേറ്റ് അവളുടെ അരികിലെത്തി. ഒറ്റയ്ക്കാണോ വന്നത്? അവൾ തലകുലുക്കി. എന്തിനാ വന്നത്? നിങ്ങളെയൊക്കെ കാണാൻ. എന്തിന്? ഒരു പെണ്ണെന്തിനാ ആണുങ്ങളെ അടുത്ത് രാത്രി വരുന്നത്? പിന്നെ പിടിച്ചു നിൽക്കാനായില്ല അയാൾക്ക്. അവളുടെ തോളിൽ കൈവച്ചു. അവൾ എതിർത്തില്ല. അധ്യായം 5. വിനയപ്രഭയിൽ നിന്നും യാതൊരു എതിർപ്പും ഉണ്ടാകുന്നില്ലെന്ന് കണ്ടപ്പോൾ ആ ചീട്ടുകളിക്കാരൻ്റെ ധൈര്യം ഒന്നുകൂടി ഇരട്ടിച്ചു. ബാക്കി 5 പേരും അയാളുടെ പ്രവൃത്തി കൊതിയോടെ നോക്കിയിരിക്കുകയായിരുന്നു. പെട്ടെന്ന് അയാൾ അവളെ ചേർത്ത് പിടിച്ചു. ആ കവിളിൽ അമർത്തി ചുംബിച്ചു. അതിന് മറുപടി എന്നോണം അവളിൽ നിന്നും ഒരു സീൽക്കാരമുയർന്നു. ചെറുകുന്നത്ത് തറവാട്ടിലെ ഒരു പെണ്ണിനെ ഇങ്ങനെ സൗകര്യത്തിലും സമ്മതത്തിലും കിട്ടുക എന്ന് പറഞ്ഞാൽ അത് കൊച്ചു കാര്യമാണോ? സഹിക്കാനാവാതെ മറ്റുള്ളവരും എഴുന്നേറ്റ് വന്നു. എല്ലാവരും അവളെ തഴുകാൻ തുടങ്ങി. അതിനിടെ അവർ അവളുടെ വസ്ത്രങ്ങൾ ഓരോന്നായി അഴിച്ചറിഞ്ഞു.
അത്രയും പുരുഷന്മാർക്കു നടുവിലും പരിപൂർണ നഗ്നയായി നിന്നിട്ടും വിനയപ്രഭയ്ക്ക് മാറ്റമൊന്നും തോന്നിയില്ല. മെഴുകുതിരിയുടെ വെളിച്ചത്തിൽ അവളുടെ മേനിക്കൊഴുപ്പ് കണ്ട് ചീട്ടുകളിക്കാരുടെ ആവേശം മൂത്തു. വീണ്ടും അവർ വാറ്റുചാരായം പകർന്നു കുടിച്ചു. കുറച്ച് അവൾക്കും കൊടുത്തു. യാതൊരു എതിർപ്പും പ്രകടിപ്പിക്കാതെ അവളത് വാങ്ങിക്കുടിച്ചു. ആദ്യത്തെ മനുഷ്യൻ അവളെ തറയിലേക്ക് അമർത്തി. ചിതറിക്കിടന്ന ചീട്ടുകൾ അവൾക്ക് മെത്തയായി. വല്ലാത്തൊരാവേശത്തോടെ അയാൾ ആക്രമണം തുടങ്ങിയപ്പോൾ അങ്ങകലെ ഗുഹയ്ക്കുള്ളിൽ ബ്രഹ്മദത്തൻ ക്രൂരമായ സംതൃപ്തിയോടെ ഉൾക്കണ്ണുകളിൽ നിന്നും ആ കാഴ്ച മറച്ചു. തന്നെ ക്രൂരമായി വഞ്ചിച്ചവൾക്ക് അത്തരമൊരു ശിക്ഷ കൊടുക്കുന്നതിൽ അയാൾക്ക് അല്പം പോലും കുറ്റബോധം തോന്നിയില്ല. ഇനി അടുത്ത ഘട്ടം. ബ്രഹ്മദത്തൻ ഉൾക്കണ്ണുകൾ മറ്റൊരു മുഖം തെളിഞ്ഞു. SI മുകുന്ദൻ. തൻ്റെ ക്വാർട്ടേഴ്സിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന മുകുന്ദൻ ഒരു സ്വപ്നം കാണുകയായിരുന്നു. പഴയ തറവാട്ടിൽ വാറ്റും കുടിയും ചീട്ടുകളിയും പെൺവേട്ടയും. ആ തറവാട് ഏതാണെന്നും അവിടെ എത്തിച്ചേരാനുള്ള വഴി ഏതാണെന്നും മറ്റും സ്വപ്നത്തിലൂടെ അയാൾ തിരിച്ചറിഞ്ഞു. പെട്ടെന്ന് മുകുന്ദൻ ഞെട്ടിയുണർന്നു. കൈനീട്ടി ബെഡ്റൂം ലാമ്പ് ഓൺ ചെയ്തു. കണ്ട സ്വപ്നം അയാൾക്ക് മറക്കാൻ കഴിയുന്നില്ല. അവിടേക്ക് പോകാനും റെയ്ഡ് നടത്താനും ഉള്ളിൻ്റെ ഉള്ളിലിരുന്ന് ആരോ മന്ത്രിക്കുന്നത് പോലെ. മുകുന്ദൻ വാച്ചെടുത്ത് നോക്കി. നേരം 4 മണിയാകുന്നു. അയാൾ താൻ സ്വപ്നം കണ്ടതാണെങ്കിലും അതൊന്ന് പരീക്ഷിക്കാൻ തന്നെ തീരുമാനിച്ചു. ഫോണിലൂടെ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടു. SI രാംദാസ് അവിടെ ഉണ്ടായിരുന്നു. അയാളോട് കുറേ പോലീസുകാരെ കൂട്ടി ഒരുങ്ങി നിൽക്കാൻ പറഞ്ഞ് മുകുന്ദനും വേഗം തയ്യാറായി. ജീപ്പിൽ പോലീസ് സ്റ്റേഷനിലെത്തുമ്പോൾ എല്ലാവരും ഒരുങ്ങി നിൽക്കുകയായിരുന്നു. അയാളെ കണ്ട് അവർ സല്യൂട്ട് ചെയ്തു. എവിടേക്കാണ് സർ? പറയാം, കയറിക്കോ. രാംദാസും ഏതാനും പോലീസുകാരും കയറി. SI തന്നെയാണ് ജീപ്പ് ഓടിച്ചത്. പട്ടണം വിടും മുൻപേ എതിരെ വന്ന കൈനറ്റിക് ഹോണ്ടക്കാരനെ കൈകാണിച്ച് നിർത്തി. ഒരു സായാഹ്ന പത്രത്തിൻ്റെ പത്രാധിപരും പ്രിൻ്ററും വിതരണക്കാരനുമെല്ലാമാണ് അയാൾ. എങ്ങോട്ടാ സാറന്മാരെ ഈ വെളുപ്പാങ്കാലത്ത്? കത്തി ഗോവിന്ദൻ എന്ന ഓമനപ്പേരിൽ അറിയുന്ന ആ മനുഷ്യൻ തിരക്കി. പിന്നാലെ വിട്ടോ? ഭാഗ്യമുണ്ടെങ്കിൽ തനിക്കൊരു വാർത്ത കിട്ടും. എങ്കിൽ ഞാൻ കൂടെയുണ്ട് സാറേ. ജീപ്പിന് പിന്നാലെ കൈനറ്റിക് ഹോണ്ടയിൽ നീങ്ങി. നേരം പുലർന്നു തുടങ്ങുന്നതേയുള്ളൂ. ആരോ തെളിച്ചു കൊടുക്കുന്ന വഴിയിലൂടെ എന്ന വണ്ണം മുന്നോട്ട് പോവുകയായിരുന്നു ജീപ്പ്. ക്ഷേത്രവും പിന്നിട്ട് ചെറുകുന്നത്ത് തറവാടിന് മുന്നിലുള്ള വഴിയെ ജീപ്പ് വടക്കോട്ട് പാഞ്ഞു. അവസാനം ഒരിടത്തു നിന്നു. മങ്ങിയ വെളിച്ചമേ ആയിട്ടുള്ളൂ. റോഡിൽ ഇറങ്ങി നിന്ന് SI മുകുന്ദൻ ചുറ്റും നോക്കി. എവിടെയാണ് താൻ സ്വപ്നത്തിൽ കണ്ട ആ തറവാട്? പഴയ തറവാടിനുള്ളിൽ അപ്പോഴും ഒന്നും അവസാനിച്ചിരുന്നില്ല. 6 പേരുടെ ആർത്തി തീർന്നപ്പോഴേക്കും ചവിട്ടിക്കുഴച്ച മണ്ണ് പോലെയായി വിനയപ്രഭ. എങ്കിലും അവളുടെ കണ്ണുകൾ ഇപ്പോഴും ആവേശം ജ്വലിച്ചു നിന്നു. അവൾക്ക് ബോധം പോലും നഷ്ടപ്പെട്ടില്ല എന്നത് അവരെ കുറച്ചൊന്നുമല്ല അത്ഭുതപ്പെടുത്തിയത്. കാഞ്ഞ വിത്ത് തന്നെ. നമ്മൾ ക്ഷീണിച്ചതല്ലാതെ അവൾക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നോക്കിയട്ടെ. ഒരാൾ ബീഡി കത്തിച്ചുകൊണ്ട് ഗ്ലാസ്സിലേക്ക് ചാരായം പകർന്നു. അപ്പോഴും വിനയപ്രഭ ചിരിച്ചു. നിന്റെ ഒടുക്കത്തെ ഈ ചിരി കാണുമ്പോൾ എനിക്ക് പിന്നെയും ഏതാണ്ടൊക്കെ അങ്ങ് തോന്നിപ്പോവുക. ഒരാൾ പിന്നെയും അവൾക്കരികിൽ ഇരിക്കാൻ ഭാവിച്ചു. പക്ഷെ പെട്ടെന്ന് വാതിൽ തള്ളി തുറന്ന് ഒരാൾ അകത്തേക്ക് വന്നു. SI മുകുന്ദൻ. ഒറ്റയാൾ പോലും രക്ഷപ്പെടാൻ ശ്രമിക്കരുത്. ചുറ്റും പോലീസാണ്. ആർക്കും ചലിക്കാൻ കഴിഞ്ഞില്ല. മുകുന്ദൻ്റെ കണ്ണുകൾ വിനയപ്രഭയിൽ ഉടക്കി. അവരുടെ നെറ്റി ചുളിഞ്ഞു. ഇവിടെ ഇതൊക്കെയാ പരിപാടി അല്ലേടാ? ആരും മിണ്ടിയില്ല. വിനയപ്രഭയ്ക്ക് പെട്ടെന്നാണ് പരിസരബോധമുണ്ടായത്. അവൾ വേഗം ചാടി എണീറ്റു. തൻ്റെ വസ്ത്രങ്ങളെടുത്തുകൊണ്ട് അടുത്ത മുറിയിലേക്ക് ഓടി. ബാക്കി പോലീസുകാരും പത്രക്കാരനും അകത്ത് കടന്നു. നേരം പുലർന്നു. ഇങ്ങോട്ട് ഇറങ്ങി വാടി, മുകുന്ദൻ ഒച്ചയെടുത്തു. പക്ഷേ അവൾ ഇറങ്ങി വന്നില്ല. SI രാംദാസിനെ നോക്കി അയാൾ പെട്ടെന്ന് അകത്തേക്ക് ചെന്നു. അവിടെ ഭിത്തിയിൽ ചാരി നിന്ന് തേങ്ങിക്കരയുകയായിരുന്നു വിനയപ്രഭ. ആഹാ, പോലീസിനെ കണ്ടപ്പോഴാ നിനക്ക് കരച്ചിൽ വന്നത്. ഇത്രയും പേരുടെ കൂടെ അഴിഞ്ഞാടിയപ്പോഴല്ല അല്ലേടി? അവൾ തലകുലിച്ചു കളഞ്ഞു. തറവാട്ടിലെ അനിരുദ്ധേട്ടൻ്റെ കൂടെ കിടന്നുറങ്ങിയ താനെങ്ങനെ ഇവിടെ എത്തി? ഏതാണ് ഈ കെട്ടിടം? ആരൊക്കെയോ തന്നെ പിച്ചി ചീന്തിയെന്ന് അവൾ അറിഞ്ഞു. പൂങ്കണ്ണീരൊഴുക്കാതെ നടക്കടി പുറത്തേക്ക്. രാംദാസ് പറഞ്ഞിട്ടും അവൾ അനങ്ങിയില്ല. അവസാനം അയാൾ തന്നെ അവളുടെ കൈക്ക് പിടിച്ച് വലിച്ചിഴിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നു. മുകുന്ദൻ അവളെ അടിമുടി നോക്കിക്കൊണ്ട് ചീട്ടുകളിക്കാരോട് തിരക്കി. ഏതാടാ ഈ പീസ്? എവിടുന്ന് പൊക്കിയതാ? സത്യം പറഞ്ഞാൽ സാറ് വിശ്വസിക്കുമെന്നറിയില്ല. ഒരാൾ ഭവ്യതയോടെ അറിയിച്ചു. ഇവിടെ വന്നു കയറിയതാ, അല്ലെങ്കിൽ സാറ് തന്നെ ഇവളോട് ചോദിച്ചാട്ടെ. നേരാണോടി? SI അവൾക്ക് നേരെ തിരിഞ്ഞു. എനിക്കൊന്നും അറിയില്ല, അവൾ മന്ത്രിച്ചു. ആരോ ചതിച്ചതാ. ദേ കൊച്ചേ, ദൈവദോഷം പറയല്ലേ. ഞങ്ങൾ കൊള്ളരുതാത്തവരായിരിക്കും, പക്ഷെ ഇങ്ങോട്ട് കയറി വന്നേച്ച് ഞങ്ങളെ സ്ത്രീപീഡനത്തിൽ കൊടുക്കല്ലേ. SI കൈവീശി അവരുടെ കരണത്തടിച്ചു.
നിന്നോട് സംസാരിക്കാൻ പറഞ്ഞൂടാ. ഇതിനിടയിൽ പത്രക്കാരൻ തൻ്റെ ചെറിയ ക്യാമറ ഉപയോഗിച്ച് ചില ചിത്രങ്ങൾ എടുത്തു കഴിഞ്ഞിരുന്നു. SI വിനയപ്രഭയ്ക്ക് നേരെ പിന്നെയും തിരിഞ്ഞു. നിന്നെ ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ടല്ലോടി. ഏതൊരേട്ടനാണ് നിന്നെ അകത്താക്കിയത്? അവളുടെ കരച്ചിലിന് ശക്തി കൂടിയതേയുള്ളൂ. SI കെയിൽ നീട്ടിക്കൊണ്ട് ഒരു ചുവട് മുന്നോട്ട് വെച്ചു. വിനയപ്രഭ ഞെട്ടി പിന്നോട്ട് മാറി. ഇതിനിടെ റോഡിൽ പോലീസ് ജീപ്പ് കിടക്കുന്നത് കണ്ടവർ പെട്ടെന്ന് വാർത്ത പരത്തി. ആളുകൾ ഒറ്റയ്ക്കും കൂട്ടമായും അങ്ങോട്ട് ഓടിയെത്തി. നിനക്കറിയാമോടാ ഇവൾ ആരാണെന്ന്? ASI രാംദാസ് ചീട്ടുകളിക്കാരെ നോക്കി. അറിയാം. ആരാ? ചെറുകുന്നത്ത് തറവാട്ടിലെ കുട്ടിയാ. ASI അമ്പരന്ന് പോയി. അയാൾ SIയെ നോക്കി. ഇപ്പോൾ മുകുന്ദനും ആളെ ബോധ്യപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. അപ്പോഴേക്കും ആളുകൾ അകത്തേക്ക് ഇരിച്ചു കയറാനുള്ള ശ്രമമായി. പോലീസുകാർ അവരെ പുറത്തിറക്കി. എന്നിട്ടും ചിതലെടുത്ത ജനാലകൾക്ക് പിന്നിൽ അവർ നിലയുറപ്പിച്ചു. ചെറുകുന്നത്ത് തറവാടിൻ്റെ അന്തസ് എന്താണെന്ന് SIക്കറിയാം. പക്ഷേ ഇത്രയും ആളുകൾ കണ്ട സ്ഥിതിക്ക് ഇനി താൻ നിസ്സഹായനാണ്. ആ കെട്ടിടത്തിൽ നിന്ന് വാറ്റുപകരണങ്ങളും ചാരായവും കന്നാസുകളിൽ കുഴിച്ചിട്ട കോടയുമെല്ലാം പോലീസ് കണ്ടെടുത്തു. വാറ്റുകാരെ കൊണ്ട് തന്നെ അവയൊക്കെ ജീപ്പിലേക്ക് ചുമപ്പിച്ചു. എല്ലാത്തിൻ്റെയും ചിത്രങ്ങൾ കത്തി ഗോവിന്ദൻ എടുക്കുന്നുണ്ടായിരുന്നു. അയാളെ അടുത്ത് വിളിച്ച് രഹസ്യമായി SI തിരക്കി. ഗോവിന്ദ, കുഴപ്പമാവോ? എൻ്റെ പത്രം ഉള്ളിടത്തോളം കാലം ഒന്നും പേടിക്കണ്ട. അതാ എൻ്റെ പേടിയും. ഗോവിന്ദൻ SIയെ തുറിച്ചു നോക്കി. ആളുകൾക്കിടയിലൂടെ തലകുനിച്ച് ജീപ്പ് കിടക്കുന്നിടത്തേക്ക് നടക്കുമ്പോൾ അവർ അവളെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരുന്നു. പേര് കേട്ട തറവാട്ടിലേതാണെന്ന് പറഞ്ഞിട്ടെന്താ കാര്യം? സ്വഭാവം ഇതായിപ്പോയില്ലേ? ആളുകളുടെ കമൻറ്റ്. ഹലോ, ഇപ്പം എത്ര റേറ്റ്? പണ്ട് തറവാട്ടിലെ പെണ്ണുങ്ങളൊന്ന് നോക്കിപ്പോയ ഇവളുടെ അച്ഛനെ ആ കണ്ണുകൾ ചൂഴ്ന്നെടുക്കുമായിരുന്നു. എന്നിട്ടിപ്പോഴോ? ഒന്നും കേൾക്കാനുള്ള കരുത്തില്ലാതെ വിനയപ്രഭ കാതു പൊത്തിക്കളഞ്ഞു. കാറ്റിൻ്റെ വേഗതയിലാണ് വിനയപ്രഭയെക്കുറിച്ചുള്ള വാർത്തകൾ ഗ്രാമത്തിൽ പരന്നത്. ആ നേരത്തും അവളെ തിരയുകയായിരുന്നു അനിരുദ്ധനും മറ്റും. വിനയപ്രഭയെ തിരയുന്നതിൽ നിന്നും ശാലിമോൾ മാത്രം വിട്ടുനിന്നു. ഇനി ഇങ്ങോട്ടേക്കില്ലെന്ന് പറഞ്ഞു പോയിരുന്ന കാര്യസ്ഥൻ വേലുനായർ ഓടിക്കിതച്ചു വന്നു. തമ്പുരാട്ടി, എന്താ വേലു, ഞങ്ങളുടെ വിനയെ അവിടെ എങ്ങാനും കണ്ടോ താൻ? സംശയത്തോടെയാണ് മാധുരി തിരക്കിയത്. അതേക്കുറിച്ച് പറയാനാണ് ഞാൻ വന്നത്. അയാൾ ശബ്ദം താഴ്ത്തി മാധുരിയോട് എല്ലാം പറഞ്ഞു. ആരോടും ഇക്കാര്യം പറയാൻ കഴിയാതെ സ്തംഭിച്ചു നിന്നുപോയി മാധുരി. അങ്ങ് ദൂരെ ഗുഹയിൽ മന്ത്രം ചൊല്ലി ഹോമാഗ്നി അണച്ച് ബ്രഹ്മദത്തൻ എഴുന്നേറ്റു. സംതൃപ്തിയോടെ ഇനിയൊന്നുറങ്ങണം. ഇപ്പോൾ ചെറുകുന്നത്ത് തറവാടിന് സമ്മാനിച്ച നാണക്കേട് ഒരു തുടക്കം മാത്രം. എത്രയോ വലുത് ഇനി വരാനിരിക്കുന്നു. അയാളുടെ മുഖത്ത് ഒരു പുഞ്ചിരി തെളിഞ്ഞു. പോലീസ് സ്റ്റേഷനിൽ ലോക്കപ്പിൽ തലകുനിച്ചിരിക്കുകയായിരുന്നു വിനയപ്രഭ. തൊട്ടടുത്ത സെല്ലിൽ തൻ്റെ കൂടെ പിടിക്കപ്പെട്ട ചീട്ടുകളിക്കാരുമുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് ഇപ്പോഴും തിരിച്ചറിയാനാവാത്ത അവസ്ഥയിലായിരുന്നു അവൾ. അനിരുദ്ധേട്ടനൊപ്പം കിടന്നുറങ്ങിയിരുന്ന താൻ എങ്ങനെ ആ ചീട്ടുകളിക്കാരുടെ ഇടയിൽ ചെന്നുപെട്ടത് എന്ന് ഇപ്പോഴും അറിയുവാൻ കഴിയുന്നില്ല. മാത്രമോ, അവർ 6 പേരും തന്നെ ശരീരം അനക്കാൻ പറ്റാത്ത വേദനയാണ്. അരക്കെട്ടും മാരടങ്ങളും നീറിപ്പോകുകയാണ്. അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. അത്രയും ആൾക്കാർക്കിടയിലൂടെ തലകുനിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് പോരാൻ ജീപ്പിനടുത്തേക്ക് പോകുന്നത്. ഓ, എന്തൊക്കെയാണ് ആളുകൾ വിളിച്ചു കൂവിയത്! വേശ്യയെന്ന്, കാമഭ്രാന്തിയെന്ന്. ചെറുകുന്നത്ത് തറവാട്ടിലെ ഒരു വൃദ്ധനോട് പോലും ഇങ്ങനെ സംസാരിക്കാൻ ധൈര്യപ്പെടാതിരുന്ന ഗ്രാമീണരാണ്. ഇനി ഇവിടെ നിന്നും കോടതിയിലേക്ക്, അവിടെ നിന്നും ജയിലിലേക്കോ അതോ റെസ്ക്യൂ ഹോമിലേക്കോ. തറവാട്ടിൽ ഇപ്പോൾ എല്ലാം അറിഞ്ഞിട്ടുണ്ടാവും. അനിരുദ്ധേട്ടൻ, എങ്ങനെയായിരിക്കും അദ്ദേഹത്തിൻ്റെ പ്രതികരണം? പെട്ടെന്ന് അവളുടെ കാതുകൾക്കരികിൽ ഒരു പൊട്ടിച്ചിരി ഉയർന്നു. സ്ത്രീ ശബ്ദം. അവളത് തിരിച്ചറിഞ്ഞു. യാമിനി. അപമാനത്തിൻ്റെ രുചി എന്താണെന്ന്, കൂട്ട ബലാത്സംഗത്തിൻ്റെ സുഖം എന്താണെന്നും ഇപ്പോൾ നിനക്ക് മനസ്സിലായോടി. തുടർന്ന് പല്ലിറുമ്പുന്ന ശബ്ദം. ഒന്നും തീർന്നിട്ടില്ലടി. ചെറുകുന്നത്ത് തറവാട്ടിലുള്ളവർ നാറി നാണം കെടും. തറവാടിന് കല്ലിന്മേ കല്ലു ശേഷിക്കാത്ത തകർച്ചയുണ്ടാക്കും. അതിനുശേഷമേ എൻ്റെ ആത്മാവിന് തൃപ്തി വരികയുള്ളൂ. മറുപടി പറയാൻ വിനയപ്രഭയ്ക്ക് നാവനങ്ങിയില്ല. പാലപ്പൂവിൻ്റെ ഗന്ധം ആ സെല്ലിൽ അങ്ങനെ നിറയുകയായിരുന്നു. ഒപ്പം ചെറിയൊരു കാറ്റും. ഒരു പോലീസുകാരി ലോക്കപ്പിൻ്റെ വാതിൽക്കലേക്ക് വന്നു. അപ്പോൾ ആ കാറ്റും പാലപ്പൂവ് മണവും വെന്റിലേഷൻ വഴി പുറത്തേക്ക് പോയി. എന്നിട്ടും പോലീസുകാരി മൂക്ക് വിടർത്തി. പക്ഷെ അതെന്തിൻ്റെ ഗന്ധമാണെന്ന് അവർക്ക് മനസ്സിലായില്ല. ഇങ്ങോട്ട് ഇറങ്ങി വാടി, അവൾ സെല്ലിൻ്റെ പൂട്ട് തുറക്കുന്നതിനിടയിൽ വിനയപ്രഭയോട് പറഞ്ഞു. വിനയപ്രഭ മെല്ലെ എഴുന്നേറ്റു. കുനിഞ്ഞ ശിരസോടെ പുറത്തേക്ക് ചെന്നു. മോളെ, ചിലമ്പിച്ച ഒരു ശബ്ദം
തലയുയർത്തിയപ്പോൾ മാധുരി മുന്നിൽ. അമ്മേ! ഒറ്റ കരച്ചിലോടെ അവൾ അമ്മയുടെ നെഞ്ചിലേക്ക് വീണു. മാധുരിയോടൊപ്പം വന്ന ജയകൃഷ്ണൻ വെറുപ്പോടെ മുഖം വെട്ടിത്തിരിച്ചു. മിസ്റ്റർ ജയകൃഷ്ണൻ, എസ്.ഐ. മുകുന്ദൻ വിളിച്ചു. അവൻ അയാളുടെ ക്യാബിനിലേക്ക് കയറി ചെന്നു. ടേക്ക് യുവർ സീറ്റ്. അയാൾ കൈ ചൂണ്ടി. താങ്ക് യു സാർ. അവൻ ഇരുന്നു. അല്പനേരത്തേക്ക് ഇരുവരും സംസാരിച്ചില്ല. അവസാനം എസ്.ഐ. മുകുന്ദൻ തന്നെ പറഞ്ഞു. നിങ്ങൾ തന്നെ പറയൂ മിസ്റ്റർ ജയകൃഷ്ണൻ, ഇക്കാര്യത്തിൽ എന്ത് ഡിസിഷനാണ് എനിക്ക് കൈക്കൊള്ളാൻ പറ്റുന്നത്? ഈ നാട്ടിലെ പേരെടുത്ത തറവാടാണ് നിങ്ങളുടേതെന്ന് എനിക്കറിയാം. പോരെങ്കിൽ നിങ്ങളൊക്കെ ആ ഒരു കൊലക്കേസിലെ പ്രതികളുമാണ്. മഞ്ഞപ്പത്രക്കാരൻ കത്തിഗോവിന്ദ ഇപ്പോൾ തന്നെ വെണ്ടയ്ക്ക വലുപ്പത്തിലെ അക്ഷരങ്ങൾ നിരത്തിയിട്ടുണ്ടാവും, ഫോട്ടോ സഹിതം. ആ നിലയ്ക്ക് നിങ്ങളുടെ സഹോദരിയെ വിട്ടുതരിക എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ ഏതു രൂപത്തിലാണ് എസ് ഐയോട് സംസാരിക്കേണ്ടതെന്ന് പോലും അറിയില്ലായിരുന്നു ജയകൃഷ്ണന്. പ്രത്യേകിച്ചും ഇത്ര ഒരു നാറ്റക്കേസ്. എസ് ഐ തുറന്നു. വാറ്റുപകരണങ്ങളും ചാരായവും ഉൾപ്പെടെ ആ സംഘത്തിന് പിടികൂടിയതിന് സാക്ഷികളേറെയാണ്. നിങ്ങളുടെ സഹോദരിയെ നിരൂപാധികം വിട്ടയച്ചാൽ വാറ്റുകാരെയും എനിക്ക് വിടേണ്ടി വരും. ആ സാമൂഹിക വിരുദ്ധരെ അകത്താക്കിയതിൻ്റെ സന്തോഷത്തിലാണ് നാട്ടുകാർ. അങ്ങനെയൊക്കെ കയ്യും വീശി അവർ തിരിച്ചു തന്ന നേരത്തെയുള്ളതിൻ്റെ ഇരട്ടി ശക്തിയിൽ തങ്ങളുടെ പ്രവർത്തനം തുടരും. ആളുകൾ അടങ്ങിയിരിക്കുമോ? മുകുന്ദൻ പറയുന്നത് വാസ്തവമാണെന്ന് ജയകൃഷ്ണൻ അറിയാം. പക്ഷെ ചേച്ചി ഈ കേസിൽ കുടുങ്ങിയാൽ, പത്രത്തിൽ വാർത്ത വന്നാൽ, ഒരഭയത്തിനെന്നവണ്ണം അവൻ എസ് ഐയെ നോക്കി. കത്തി ഗോവിന്ദനെ ഞാൻ നേരിപ്പോയി കണ്ടോളാം സാർ. എന്തു നൽകേണ്ടി വന്നാലും വാർത്ത കൊടുക്കുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കാം. ആ കൂട്ടത്തിൽ താങ്കളുടെ പരിധിയിൽ നിന്നുകൊണ്ടൊന്ന് സഹായിച്ചാൽ തകർന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. ആ കൂട്ടത്തിൽ ഇതും കൂടി. അവൻ്റെ ശബ്ദം പതറി. കണ്ണുകളിൽ നനവ് പടർന്നിരിക്കുന്നുവെന്ന് എസ് ഐക്ക് തോന്നി. ഓക്കെ, തൽക്കാലം സഹോദരിയെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളൂ. പക്ഷേ ഒരു കാര്യം, എനിക്ക് ജോലിക്ക് കുഴപ്പം വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ എനിക്ക് വിനയപ്രഭയെ കോടതിയിൽ ഹാജരാക്കാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് യാതൊരു കാരണവശാലും അവൾ തറവാട്ട് വിട്ടുപോകില്ലെന്ന് എനിക്കൊരു ഉറപ്പ് വേണം. അവൾ മാത്രമല്ല, ഇപ്പോൾ തറവാട്ടിലുള്ള ആരും തന്നെ എൻ്റെ അനുവാദം കൂടാതെ ഈ സ്റ്റേഷൻ അതിർത്തി വിട്ടുപോകാൻ പാടില്ല. താങ്ക് യു സാർ. അവൻ വിനയാതീതനായി. താങ്ക് യു വെരി മച്ച്. അങ്ങ് പറയുന്നത് പോലെ ചെയ്യാം. ഓക്കെ. അപ്പോൾ തന്നെ എസ് ഐ റൈറ്ററെ വിളിച്ച് നേരത്തെ ജയകൃഷ്ണനോട് പറഞ്ഞ കാര്യങ്ങൾ ഒരു പേപ്പറിൽ എഴുതിക്കുകയും അവനെയും മാധുരയെയും വിനയപ്രഭയും കൊണ്ട് അതിൽ ഒപ്പിടുവയ്ക്കുകയും ചെയ്തു. പിന്നെ ശബ്ദം താഴ്ത്തി പറഞ്ഞു, റെയ്ഡിന് പോയ പോലീസുകാരെ കാര്യമായ രൂപത്തിലൊന്ന് കാണാം സാർ. പുറത്തു വന്ന ജയകൃഷ്ണൻ എസ് ഐ രാംദാസിനെ വിളിച്ച് രഹസ്യമായി സംസാരിച്ചു. എസ് ഐ ഉൾപ്പെടെ റെയ്ഡിന് പോയ പോലീസുകാരെയും ചേർത്ത് കണക്ക് കൂട്ടിയിട്ട് രാംദാസ് ഒരു തുക പറഞ്ഞു. 25,000 രൂപ. ജയകൃഷ്ണൻ രൂപ കരുതിയിരുന്നു. ഒന്നും പറയാതെ തന്നെ അത് നൽകുകയും ചെയ്തു. അമ്മയും ചേച്ചിയും അവിടെ നിന്നും കാറിൽ കയറ്റിക്കൊണ്ട് പ്രധാന റോഡിലെത്തിയ ജയകൃഷ്ണൻ കാർ നിർത്തി. രണ്ടുപേരും ഒന്ന് ഇറങ്ങിക്കേ. എന്താടാ? മാധുരി നെറ്റി ചുളിച്ചു. ഒരു ഓട്ടോ വിളിച്ച് നേരെ തറവാട്ടിലേക്ക് പൊയ്ക്കോ. പത്രത്തിൽ വാർത്ത വരാതിരിക്കാനും മറ്റുമായി എനിക്കിവിടെ ഇനിയും ഒത്തിരി പണിയുണ്ട്. മാത്രമല്ല, ഇത്തരം ആൾക്കാരെ കാറിൽ കൊണ്ടുപോകാൻ എനിക്ക് അല്പം ബുദ്ധിമുട്ടുണ്ടേ. വിനയപ്രഭയെ കോപത്തോടെ നോക്കിക്കൊണ്ടാണ് അവൻ പറഞ്ഞത്. അവൾ അപ്പോഴും തലകുനിച്ചിരിക്കുകയായിരുന്നു. മകനോട് തർക്കിച്ച രംഗം കൂടുതൽ വഷളാകുമെന്ന് മനസ്സിലാക്കിയ മാധുരി മകളെയും വിളിച്ച് അവിടെ ഇറങ്ങി. ഒരോട്ടയിൽ തറവാട്ടിലേക്ക് പോയി. ജയകൃഷ്ണൻ തനിക്ക് അക്കൗണ്ടുള്ള ബാങ്കിൻ്റെ ATM സെൻറ്ററിൽ കയറി കാർഡിട്ട് ആവശ്യത്തിന് രൂപ എടുക്കുകയും ചെയ്തു. ഇനി കത്തി ഗോവിന്ദന് എന്തു കൊടുത്താൽ അയാളെ തൃപ്തനാക്കാം എന്ന ചിന്തയോടെ കാറ് വിട്ടു. ചെറുകുന്നത്ത് തറവാടിൻ്റെ മുറ്റത്തൊരു ഓട്ടോ വന്നു. തറവാട്ടങ്ങളിൽ അനിരുദ്ധൻ ഒഴികെയുള്ളവരൊക്കെ പൂമുഖത്തുണ്ടായിരുന്നു. ആർക്കും മുഖം കൊടുക്കാതെ മുഖം കുനിച്ച് വിനയപ്രഭ ഒറ്റ ഓട്ടമായിരുന്നു അകത്തേക്ക്. മുറിയിൽ കാൽ കുത്തിയപ്പോൾ മുന്നിൽ നിന്നും ഒരു അലർച്ച കിട്ടു. നിൽക്കടിയോടെ. ഞെട്ടലോടെ അവൾ തലയുയർത്തി. മുന്നിൽ അനിരുദ്ധൻ, കോപത്താൽ ചുവന്ന മുഖം. ചീട്ടുകളിക്കാരുടെ കൂടെ ആവശ്യത്തിന് പുറത്തിട്ട് വന്നവളല്ലേ നീ? പോയിക്കോണം അവരുടെ കൂടെ തന്നെ. അയാൾ തയ്യാറാക്കി വെച്ചിരുന്ന തൻ്റെ പെട്ടിയെടുത്തു. ഇനി നിനക്ക് നിൻ്റെ വഴി, എനിക്ക് എൻ്റെയും. അരുൺമോനെ ഞാൻ കൊണ്ടുപോകുന്നു. അധ്യായം 6. അനിരുദ്ധൻ പുറത്തേക്ക് നടക്കാൻ ഭാവിച്ചതും അവൾ ആ കാലുകളിലേക്ക് വീണു. അനിരുദ്ധേട്ടാ, പോകുകയാണെങ്കിൽ ഞാൻ എതിർക്കില്ല, സത്യം. പക്ഷെ അതിനു മുമ്പ് എനിക്ക് പറയാനുള്ളത് കൂടി ഒന്ന് കേൾക്കണം. കാലേന്ന് വിടടി. അയാൾ കാല് കുടഞ്ഞെടുക്കാൻ ശ്രമിച്ചു. പക്ഷെ അവൾ വിട്ടില്ല. ഞാൻ തെറ്റ് ചെയ്തു പോയി, സമ്മതിച്ചു. പക്ഷേ അതെൻ്റെ അറിവോടെയോ സമ്മതത്തോടെ ആയിരുന്നില്ല. അവൾ ആ യക്ഷിയാവും എന്നെ അവിടെ എത്തിച്ചതെന്ന് ഇപ്പോൾ എനിക്ക് സംശയമുണ്ട്. ഒന്നും കേൾക്കാനുള്ള ക്ഷമയില്ലായിരുന്നു അനിരുദ്ധന്. അയാൾ ആ കാല് വലിച്ചെടുത്ത് നെഞ്ചത്ത് ഒറ്റ തൊഴിയായിരുന്നു. അമ്മേ! വിനയപ്രഭ
തറയിൽ മലർന്നു വീണു. പെട്ടി താഴെ വെച്ചിട്ട് അയാൾ അവളുടെ മുകളിൽ കയറിയിരുന്ന് കഴുത്തിൽ കുത്തിപ്പിടിച്ചു. നിന്നെ കൊല്ലുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ ഞാൻ ആണല്ലെന്ന് ആളുകൾ കരുതും. നിന്നെപ്പോലെ ഒരു വഞ്ചികയെ കൊന്നിട്ട് ജയിലിൽ കഴിയേണ്ടി വന്നാലും അതെനിക്ക് സന്തോഷമടി. കൈകൾ വിനയപ്രഭയുടെ കഴുത്തിൽ കൂടുതൽ മുറുകി. അവളെ പിടഞ്ഞു. കണ്ണുകൾ തുറച്ചു വന്നു. വായി തുറന്ന് നാവ് പുറത്തേക്ക് നീട്ടി. അയാളെ വിട്ടില്ല. മരണവെപ്രാളത്തിനിടയിൽ അവൾ അയാളുടെ കൈകൾ പിടിച്ചകറ്റാൻ ശ്രമിച്ചു. കഴിഞ്ഞില്ല. പെട്ടെന്നാണ് ആ മുറിയിലേക്ക് ഒരു കാറ്റ് കടന്നു വന്നത്. ഒപ്പം പാലപ്പൂവിൻ്റെ ഗന്ധവും. ഞെടിയിടയിൽ വിനയപ്രഭയുടെ ഭാവം മാറി. കൈകൾ ചുരുട്ടി അവൾ അയാളുടെ നെഞ്ചത്ത് ഒറ്റയിടിയായിരുന്നു. ആസുരമായൊരു ശക്തിയായിരുന്നു അപ്പോൾ ആ കൈകൾക്ക്. പിന്നോട്ട് തെറിച്ച അനിരുദ്ധൻ കാറ്റിൽ പറക്കും പോലെയാണ് വാതുക്കലേക്ക് മലർന്നു വീണത്. അഴിഞ്ഞ മുടിയോടെ വിനയപ്രഭ ചാടി എഴുന്നേറ്റു. നിനക്കെന്നെ കൊല്ലണം അല്ലട പട്ടി, എന്നെ ഒന്ന് കൊന്നേ. അവളുടെ ശബ്ദം പോലും മാറിപ്പോയിരിക്കുന്നു. അതിനു മുമ്പ് നിന്നെ ഞാൻ കൊന്നേക്കാമടാ. അയാളുടെ മുകളിലേക്ക് ചാടി വീണ അവൾ ആ തല പിടിച്ചുയർത്തി. അയാളുടെ കഴുത്തിലെ രക്തധമനികൾ കടിച്ചു പൊട്ടിക്കാൻ ഭാവിച്ചു. അനിരുദ്ധൻ സർവശക്തിയും സംഭരിച്ച് വിനയപ്രഭയെ തന്നിൽ നിന്നും അടർത്തി മാറ്റാൻ ശ്രമിച്ചു. കഴിഞ്ഞില്ല. ചിലന്തിയുടെ കാലുകൾക്കുള്ളിൽ അകപ്പെട്ട ചെറുപ്രാണിയെ പോലെ ആയിക്കഴിഞ്ഞിരുന്നു അയാൾ. രക്തധമനികൾ കടിച്ചു പൊട്ടിച്ച് തന്നെ കൊല്ലുകയാണ് ഇവളുടെ ഉദ്ദേശമെന്ന് മനസ്സിലായതും അനിരുദ്ധൻ അലറിക്കരഞ്ഞു. തറവാടിൻ്റെ ഓരോ മൂലയിലും ആ നിലവിളി കടന്നു ചെന്നു. ജ്യോതികയും പൂജയും മാതൃയും ജയലക്ഷ്മിയും കുട്ടികളുമെല്ലാം അവിടെ ഓടി വന്നു. അപ്പോൾ മുന്നിൽ കണ്ടത്, എടി വിനേ, എന്താണ് നീ കാട്ടുന്നത്? മാതൃ മകളെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു. പക്ഷെ കഴിഞ്ഞില്ല. ജ്യോതികയും പൂജയും ജയലക്ഷ്മിയും ഒപ്പം ചേർന്നു. അവളുടെ ഉദ്ദേശം മനസ്സിലാക്കിയ അവർ അവളെ പിന്നിലേക്ക് വലിക്കാൻ ശ്രമിച്ചു. 4 പേർ ഒന്നിച്ചു പിടിച്ചിട്ടും അനിരുദ്ധൻ കൈവീശി കരണത്തടിച്ചിട്ടും അവൾ ഒരല്പം പോലും മാറുകയോ പതറുകയോ ചെയ്തില്ല. രോഷവും ശക്തിയും വർദ്ധിക്കുകയാണ് ചെയ്തത്. ശാലമോൾ മാത്രം ഈ കാഴ്ച വല്ലാതെ ആസ്വദിച്ചു. വിഷ്ണു ചുളിഞ്ഞ നെറ്റിയോടെ നോക്കി നിൽക്കുകയായിരുന്നു. ഇനി അമ്മാന്തിച്ചാൽ അപകടമാണെന്ന് ബോധ്യമായ അവൻ പെട്ടെന്ന് ഒരു മന്ത്രം ജപിച്ചു. വിനയപ്രഭയുടെ ശക്തി ക്ഷയിച്ചു. പിന്നിൽ നിന്നും ആഞ്ഞു പിടിക്കുകയായിരുന്ന മാതൃയും ജ്യോതികയും പൂജയെയും ലക്ഷ്മിയെയും കൊണ്ട് മലർന്നു വീണു. 4 പേർക്കും മുകളിലായിരുന്നു വിനയപ്രഭ. ആശ്വാസത്തോടെ ചാടി എഴുന്നേൽക്കുമ്പോൾ പിന്നോട്ട് വീണതിൻ്റെ ശക്തിയിൽ പൂജയുടെ നൈറ്റി വല്ലാതെ ഉയർന്നിരിക്കുന്നത് അനിരുദ്ധൻ കണ്ടു. അനിരുദ്ധൻ്റെ നോട്ടം പൂജ കണ്ടിരുന്നു. പെട്ടെന്ന് അവൾ നൈറ്റി വലിച്ച് താഴേക്ക് നീക്കി മുഖം കുനിച്ചു. മറ്റുള്ളവരെല്ലാം എഴുന്നേറ്റിട്ടും വിനയപ്രഭ അനങ്ങാതെ കിടക്കുകയായിരുന്നു. ശരീരമാസകലം വിയർപ്പിൽ കുളിച്ചിരുന്നു. മോളെ, മോളെ, മാധുരി കുലുക്കി വിളിച്ചു. അവൾ അനങ്ങിയില്ല. പിശാച് ചത്തെങ്കിൽ അത്രയ്ക്കും ആശ്വാസം. അനിരുദ്ധൻ പല്ലു കടിച്ചുകൊണ്ട് തൻ്റെ കഴുത്തിൽ തടവി. അരുൺമോൻ ഓടിച്ചെന്ന് അമ്മയെ കുലുക്കി വിളിച്ചു. അമ്മേ, കണ്ണു തുറക്കമ്മേ. അരുൺ, അനിരുദ്ധൻ ശബ്ദം വരുത്തി. നീ വരൂ, ഇവിടുത്തെ താമസം മതി, നമുക്ക് പോകാം. കുട്ടി അമ്പരന്നു. അമ്മ, അമ്മ. ഒന്ന് കാരത്തുപ്പാനാണ് അയാൾക്ക് തോന്നിയത്. അവളുടെ കാര്യം അവൾ നോക്കിക്കൊള്ളും, നീ റെഡിയാക്ക്. മനസ്സിലാ മനസ്സോടെ അവൻ മറ്റുള്ളവരുടെ നോക്കി. അനിരുദ്ധ, ഈ അവസ്ഥയിൽ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകാൻ നിനക്ക് മനസ്സ് വരുന്നല്ലോ. കഷ്ടം, മാധുരി പുച്ഛിച്ചു. പിന്നെ നിയന്ത്രിക്കാനായില്ല അനിരുദ്ധനെ. അയാൾ പൊട്ടിത്തെറിച്ചു. ഈ അവസ്ഥയിലല്ലെങ്കിൽ ഒന്നുകിൽ ഞാൻ അവളെ കൊല്ലും, അതല്ലെങ്കിൽ അവൾ എന്നെ. അതോ വേശ്യാലയം എന്ന ബോർഡ് വെച്ച് ഇവൾ കാളിനെ കൂട്ടിക്കൊടുത്ത് ഒപ്പം കഴിയണോ ഞാൻ? ചീട്ടുകളിയും ചാരായും വാറ്റുമൊക്കെ ആയിട്ട്. പഴുത്തു ചുവന്ന ഇരുമ്പു ചങ്ങലകൾ അഗ്നിയിൽ നിന്നും നേരെ ശരീരത്തിലേക്ക് പതിച്ചതുപോലെ പിടഞ്ഞുപോയി മാതിരി. നാവ് മരവിച്ചു പോയതുപോലെ. ബോധം തെളിയാൻ ആ മുഖത്ത് ഇത്തിരി വെള്ളം തെളിച്ചാൽ മതി. ആരോടുമില്ലാതെ അങ്ങനെ പറഞ്ഞിട്ട് വിഷ്ണു അവിടെ നിന്നും പോയി. ക്രൗര്യത്തോടെ ശാലുമോൾ അവനെ ഒന്ന് നോക്കി. പക്ഷെ അതാരും ശ്രദ്ധിച്ചില്ല. പൂജ പോയി കുറച്ച് വെള്ളം കൊണ്ടുവന്ന് വിനയപ്രഭയുടെ മുഖത്ത് തെളിച്ചു. അവൾ പതിയെ കണ്ണു തുറന്ന് ചുറ്റും നോക്കി. താൻ തറയിൽ കിടക്കുകയാണെന്നും ആളുകൾ തന്നെ ശ്രദ്ധിക്കുകയാണെന്നും കണ്ടപ്പോൾ അവൾ അമ്പരപ്പോടെ ചാടി എഴുന്നേറ്റു. എന്താ അമ്മേ, എനിക്കെന്താ പറ്റിയത്? ഞാനെന്താ ഇവിടെ കിടന്നത്? അപ്പോൾ കാട്ടിക്കൂട്ടിയതൊന്നും നിനക്ക് ഓർമ്മയില്ലേ കുട്ടിയെ? ഇല്ല. എന്താ അമ്മേ? ഇപ്പോൾ നിനക്ക് ഓർമ്മ വരൂടി എന്ന് അലറിക്കൊണ്ട് മുന്നോട്ട് പാഞ്ഞു ചെന്ന അനിരുദ്ധൻ അവളുടെ ചെവിയടക്കം ഒന്ന് പൊട്ടിച്ചു. വിനയപ്രഭ അവിടെ തന്നെ വീണു. അനിരുദ്ധൻ്റെ പോകാനുള്ള തീരുമാനം മുടങ്ങി. പത്രക്കാരൻ കത്തിഗോവിന്ദന് കൊടുക്കേണ്ടത് കൊടുത്തിട്ട് തറവാട്ടിലെത്തിയ ജയകൃഷ്ണൻ SIയുടെ നിർദ്ദേശം അറിയിച്ചു.
പോകാൻ എസ് ഐ സമ്മതിക്കില്ലെന്ന് ഉറപ്പുണ്ടായിരുന്ന അനിരുദ്ധൻ തളർന്നുപോയി. ഇനി എന്തു ചെയ്യും? ജയകൃഷ്ണൻ അനിരുദ്ധനോട് പറഞ്ഞിരുന്നത് പൂജയും കേട്ടിരുന്നു. ജയകൃഷ്ണൻ വന്നു കഴിഞ്ഞാൽ ഉടനെ വീട്ടിലേക്ക് പോകണമെന്ന വിചാരത്തിലായിരുന്നു അവളും. എന്നാൽ ആ പ്രതീക്ഷകളുടെ മേലാണ് എസ് ഐയുടെ നിർദ്ദേശം വന്നു വീണിരിക്കുന്നത്. അനിരുദ്ധൻ മുഖം തിരിച്ചപ്പോൾ പൂജയെ കണ്ടു. അവൾ വേഗം അവിടെ നിന്നും പിന്മാറി. അങ്ങകലെ ഗുഹയ്ക്കുള്ളിലിരുന്ന് ചെറുകുന്നത്ത് തറവാട്ടിലെ ഓരോ സ്പന്ദനവും അറിയുന്നുണ്ടായിരുന്നു ബ്രഹ്മദത്തൻ. അനിരുദ്ധൻ്റെയും പൂജയുടെയും കാര്യം ഓർത്തപ്പോൾ മനസ്സിൽ മറ്റൊരാശയം രൂപം കൊണ്ടു. കത്തുന്ന തീയിലേക്ക് അല്പം പെട്രോൾ പകരുന്നത് പോലെ തറവാട്ടിലൊരു പ്രശ്നം കൂടി ഉണ്ടാക്കാം. സന്ധ്യ വരെ കാത്തിരിക്കാൻ തീരുമാനിച്ചു ബ്രഹ്മദത്തൻ. സന്ധ്യയായി. ചെറുകുന്നത്ത് തറവാട്ടിലേക്ക് എസ് ഐ മുകുന്ദൻ്റെ ഫോൺ വന്നു. കേസിൻ്റെ കാര്യങ്ങളെപ്പറ്റി ചർച്ച ചെയ്യാൻ ജയകൃഷ്ണൻ സ്റ്റേഷനിലേക്ക് ചെല്ലണം. അപ്പോൾ തന്നെ അയാൾ യാത്രയായി. മേല് കഴുകി മുറിയിലെത്തിയ പൂജാവസ്ത്രം മാറുമ്പോൾ പകൽ നേരത്ത് നടന്ന കാര്യം ആലോചിച്ചു. അനിരുദ്ധൻ ചേട്ടൻ്റെ ആ നോട്ടമേ, ഛേ, വല്ലതും കണ്ടു കാണുമോ? ഓർത്തപ്പോൾ തന്നെ അവൾക്ക് നാണം തോന്നി. സാധാരണ ജയകൃഷ്ണനില്ലാതെ ആരും തന്നെ പൂജയുടെ മുറിയിലേക്ക് ചെല്ലാറില്ല. അതുകൊണ്ട് അവൾ വാതിൽ ചാരിയതല്ലാതെ ഓടാമ്പലിട്ടില്ലായിരുന്നു. അരയിൽ പാവാട ചുറ്റിക്കൊണ്ട് ബ്രാ ധരിക്കുകയായിരുന്നു അവൾ. വാതിൽ തുറന്നപ്പോൾ അവൾ ഞെട്ടിത്തിരിഞ്ഞു. അകത്തേക്ക് കയറി വാതിലടക്കുന്ന അനിരുദ്ധൻ. പെട്ടെന്ന് അവൾ കൈകൾ കൊണ്ട് മാറിടം മറച്ചു. പുറത്തു പോ അനിരുദ്ധൻ ചേട്ടാ. പറ്റില്ല പൂജയെ, പകലത്തെ കാഴ്ച എനിക്കങ്ങോട്ട് മറക്കാൻ പറ്റുന്നില്ല. ഛേ. അവൾ മുഖം തിരിച്ചു. പൂജ പ്ലീസ്, ജയകൃഷ്ണനാണെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിരിക്കുകയാണ്. ഉടനെയൊന്നും വരില്ല. ഇത്രയും പറ്റിയൊരവസരം നമുക്കിനി കിട്ടാനില്ല. അയാൾ പതിയെ അവൾക്കരികിലേക്ക് നടന്നു ചെന്നു. കണ്ണുകളിൽ തിളയ്ക്കുന്ന കാമം. അയാളെ ആട്ടി പുറത്താക്കണമെന്നുണ്ടായിരുന്നു പൂജയ്ക്ക്. പക്ഷെ അതിന് കഴിയുന്നില്ല. ദേഹത്തെന്തോ ശക്തിക്ഷയം സംഭവിച്ചതുപോലെ. തൊട്ടടുത്തെത്തിയ അനിരുദ്ധൻ പെട്ടെന്ന് അവളെ വലിച്ച് തൻ്റെ നെഞ്ചിലേക്കിട്ടു. പിന്നെ എതിർത്തു നിൽക്കാൻ അവൾക്കുമായില്ല. സർപ്പങ്ങളെപ്പോലെ കെട്ടിപ്പിണഞ്ഞ് അവർ കിടക്കയിലേക്ക് വീണു. പരിസരം മറന്നുപോയ നിമിഷങ്ങൾ. ആ നേരത്താണ് വാതിലിൽ ആരോ മുട്ടിയത്. അനിരുദ്ധനും പൂജയും നടുങ്ങി. വാതിലിൽ തട്ട് തുടരുകയാണ്. കൃത്യം പൂർത്തിയാക്കാത്തതിൻ്റെ അസ്വസ്ഥതയോടെ വാതിലിന് പുറത്ത് ആരാണെന്നുള്ള ഉത്കണ്ഠയോടെയും അവർ ഇരുവരും ചാടി എഴുന്നേറ്റു. വസ്ത്രങ്ങൾ വാരി വാരി ചുറ്റി. അനന്തരം എന്തു വേണമെന്ന് ഇരുവർക്കും അറിയില്ല. പൂജേ, നീ എന്താ സന്ധ്യയ്ക്ക് മുൻപ് കിടന്നുറങ്ങിയോ? പുറത്ത് ജയകൃഷ്ണൻ്റെ ശബ്ദം കേട്ടപ്പോൾ പൂജയുടെ തലയിൽ ഇടിമിന്നലുണ്ടായി. അവൾ അനിരുദ്ധനെ നോക്കി. അന്തം വിട്ടു നിൽക്കുകയാണ് അയാൾ. രാത്രി കുറച്ച് ഇരുട്ടാതെ ജയകൃഷ്ണൻ തിരിച്ചു വരുമെന്ന് സ്വപ്നോപി കരുതിയിരുന്നില്ല. അനിരുദ്ധൻ പെട്ടെന്ന് മുറിയിൽ തെളിഞ്ഞു നിന്നിരുന്ന ലൈറ്റ് അണച്ചു. എന്നിട്ട് അവളുടെ കാതിൽ മന്ത്രിച്ചു. കുളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് വന്ന് വാതിൽ തുറക്കാമെന്ന് പറ. എന്നിട്ട് വേഗം 2 മഗ് വെള്ളം കോരി തലയിലൊഴിച്ചോളൂ. ബാത്റൂമിൻ്റെ ഭാഗത്തേക്ക് നീങ്ങി നിന്നിട്ട് അവൾ അപ്രകാരം വിളിച്ചു പറഞ്ഞു. ഇന്നെന്താടേ ഒരു പുതുമ? നീ ഒരിക്കലും ഇങ്ങനെ മുറി അടച്ചിട്ട് കുളിക്കാറില്ലല്ലോ? ജയകൃഷ്ണൻ ചോദിച്ചു. പതിവില്ലാത്തതൊക്കെയല്ലേ ഈ തറവാട്ടിൽ നടക്കുന്നത്. അപ്പോൾ പിന്നെ ഞാനായിട്ട് എന്തിനാ തെറ്റിക്കണേ? ഓ, ഞാൻ അപ്പുറത്ത് ഇരിക്കാം, വേഗം കുളിച്ചിട്ട് വാ. പൂജയ്ക്കും അനിരുദ്ധനും ഒരുപോലെ ആശ്വാസം തോന്നി. അനിരുദ്ധൻ ഇരുളിൽ തപ്പിത്തടഞ്ഞ് ഒരു വട്ടം കൂടി അവളെ കെട്ടിപ്പിടിച്ചു. പക്ഷെ അവൾ തള്ളി മാറ്റി. പോയിക്കോണം, ജയേട്ടനെങ്ങാനും കണ്ടാൽ. ജയകൃഷ്ണൻ നടുമുറ്റത്തിനരികിൽ ഒരു കസേരയിലിരുന്നു. അവിടെ ഇരുന്നാൽ കാറ്റ് കിട്ടും. പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് അമളി മനസ്സിലായത്. എസ് ഐ മുകുന്ദൻ തന്നെ വിളിച്ചിട്ടേയില്ല. അപ്പോൾ ഫോൺ ചെയ്തതാരെ? അങ്ങനെ ചിന്തിച്ചപ്പോൾ കുപ്പിവള കിലുങ്ങും പോലെ ഒരു ചിരി കിട്ടു. ജയകൃഷ്ണൻ ഞെട്ടിത്തിരിഞ്ഞ് 4 പാട് നോക്കി. ആരെയും കണ്ടിട്ടില്ല. പാലപ്പൂവിൻ്റെ കടുത്ത ഗന്ധം അവൻ അനുഭവപ്പെട്ടു. യാമിനി. അവൾ തൊട്ടടുത്ത് എവിടെയോ ഉണ്ടെന്ന് അവന് ബോധ്യമായി. അങ്ങനെ പോയതുകൊണ്ട് നിനക്ക് നിൻ്റെ അളിയനും ഭാര്യയും തമ്മിലുള്ള രഹസ്യബന്ധം കണ്ടെത്താൻ കഴിയും ജയകൃഷ്ണ. ആ ശബ്ദം സൂചിമുന കണക്കെ കാതുകളിലേക്ക് പുളഞ്ഞിറങ്ങിയപ്പോൾ അവൻ ഞെട്ടി. ശബ്ദം തുറന്നു. നിന്റെ കിടപ്പുമുറിയുടെ വാതിൽ കാണത്തക്കവണ്ണം ഒളിഞ്ഞു നിന്നോളൂ, സംഗതി ബോധ്യമാവും. ആരോ പിടിച്ചെഴുന്നേൽപ്പിച്ചതുപോലെ ജയകൃഷ്ണൻ എഴുന്നേറ്റ് ബെഡ്റൂമിന് കുറച്ചകലെ ഒരു തൂണിനെ മറഞ്ഞു നിന്നു. മുറിക്ക് പുറത്ത് ഒരു ലൈറ്റ് കത്തി നിന്നിരുന്നു. നിമിഷങ്ങൾക്ക് യുഗങ്ങളുടെ ദൈർഘ്യമുണ്ടെന്ന് അവന് തോന്നി. പെട്ടെന്നാണ് മുറിവാതിൽക്കൽ ലൈറ്റ് അണഞ്ഞത്. ശബ്ദമുണ്ടാക്കാതെ വാതിൽ തുറക്കപ്പെട്ടു. ജയകൃഷ്ണൻ സൂക്ഷിച്ചു നോക്കി. ഒരാൾ പുറത്തിറങ്ങി ചുറ്റും നോക്കുന്നത് കണ്ടു. പൂജ, തൻ്റെ ഭാര്യ. അടുത്തെങ്ങും ആരുമില്ലെന്ന് തോന്നിയത് കൊണ്ടാവാം അവൾ തിരിഞ്ഞ് മുറിക്കുള്ളിലേക്ക് നോക്കി.
കൈകാട്ടി വിളിക്കുന്നു. ജയകൃഷ്ണൻ്റെ രക്തം തിളച്ചു തുടങ്ങി. ഏതോ പുരുഷൻ വാതുക്കൽ എത്തിയത് കണ്ടതും അവൻ കുതിച്ചു ചാടിയതും കവിളടക്കം മാഞ്ഞടിച്ചതും ഒപ്പം കഴിഞ്ഞു. ഒരു നിലവിളിയോടെ ആ മനുഷ്യൻ മുറിക്കുള്ളിലേക്ക് മറിഞ്ഞു. ജയകൃഷ്ണൻ പൂജയെ വലിച്ച് മുറിക്കുള്ളിലാക്കി വാതിലടച്ചു. പിന്നെ ലൈറ്റ് തെളിച്ചു. അവൻ്റെ നോട്ടം നേരിടാനാവാതെ അനിരുദ്ധനും പൂജയും തലകുനിച്ചു. എത്ര കാലമായി രണ്ടാളും ഈ പണി തുടങ്ങിയിട്ട്? അലർച്ച പോലെയായിരുന്നു ജയകൃഷ്ണൻ്റെ ചോദ്യം. രണ്ടുപേരും മിണ്ടിയില്ല. ജയകൃഷ്ണൻ പൂജയുടെ മുടിയിൽ കുത്തിപ്പിടിച്ച് തനിക്ക് അഭിമുഖമായി തിരിച്ചു. പറയടി. പറയാൻ. പൂജയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. അവൻ അവൾക്ക് ഒരടി കൊടുത്ത് കിടക്കയിലേക്ക് തള്ളി. അനന്തരം അനിരുദ്ധനെ നേരെ തിരിഞ്ഞു. പട്ടി, മുന്നീന്ന് പൊയ്ക്കോ. ഇനി എൻ്റെ മുന്നിൽ കണ്ടേക്കരുത്. പക്ഷെ അങ്ങനെ തോറ്റു കൊടുക്കാൻ ഒരുക്കമായിരുന്നില്ല അനിരുദ്ധനും. അയാൾ ചീറി. നിന്റെ പെങ്ങൾക്ക് എന്നോട് ചതി ചെയ്യാമെങ്കിൽ എനിക്കും ആവാടാതൊക്കെ. അനിരുദ്ധൻ്റെ കണ്ണുകളിൽ രോക്ഷം തിങ്ങി. എന്നാൽ മുഖമടിച്ച് ഒരടിയേറ്റതുപോലെയായി ജയകൃഷ്ണന്. ഒപ്പം അനിരുദ്ധൻ്റെ ശബ്ദം വീണ്ടും ഉയർന്നു. ഇനിയും തരം കിട്ടുമ്പോഴൊക്കെ നിന്റെ ഭാര്യയെ ഞാൻ ഉപയോഗിക്കൂടാ. ജയകൃഷ്ണൻ വല്ലാതെ വിളറി. പൂജയാണെങ്കിൽ കട്ടിലിൽ കമന്നു കിടന്ന് കരഞ്ഞതല്ലാതെ ഒന്നും പറയുന്നില്ല. അഭിമാനത്തിനേറ്റ ക്ഷതമായിരുന്നു ജയകൃഷ്ണന്. തൻ്റെ മുഖത്തു നോക്കി ഇനിയും തൻ്റെ ഭാര്യയുമായി ബന്ധപ്പെടുമെന്ന് ഇയാൾ പറയുന്നത് കേട്ടില്ലേ? ഗൂഢമായൊരു മന്ദഹാസത്തോടെ അനിരുദ്ധൻ വാതിൽ തുറന്നിറങ്ങിപ്പോയി. അല്പനേരം ആ ഭാഗത്തേക്ക് തന്നെ നോക്കി നിന്ന് എന്തോ തീരുമാനിച്ചുറച്ച മട്ടിൽ ജയകൃഷ്ണൻ വാതിലടച്ച് പിന്തിരിഞ്ഞു. ഭാര്യയെ ഒന്ന് നോക്കി. കമന്നു കിടക്കുന്ന അവളുടെ പിൻസൗന്ദര്യം ഏത് പുരുഷനെയും വികാരം കൊള്ളിക്കാൻ പര്യാപ്തമാണെന്ന് അവന് മനസ്സിലാക്കി. ഒപ്പം കാതുകൾക്കരികിൽ മഞ്ഞിൻ്റെ തളപ്പുള്ള യാമിനിയുടെ ശബ്ദം കേട്ടു. അപാര കാമാസക്തിയാണ് നിന്റെ ഭാര്യയ്ക്ക്. അവനൊന്ന് തലകുലുക്കി. അപ്പോഴേക്കും മുറിക്കുള്ളിൽ ഒരു ചെറുകാറ്റ് വട്ടം വീശാൻ തുടങ്ങി. ജയകൃഷ്ണൻ്റെ മുഖം വലിഞ്ഞു മുറങ്ങി. ശരീരത്തെ വന്യമായൊരു ശക്തി പൊതിഞ്ഞു. പല്ലിറുമി. പൂജയെ തന്നെ നോക്കിക്കൊണ്ട് അവൻ മുന്നോട്ട് നീങ്ങി. പിന്നിൽ നിന്നും തൻ്റെ നൈറ്റി വലിച്ചു ചീന്തപ്പെട്ടപ്പോൾ ഞെട്ടലോടെ പൂജ തിരിഞ്ഞു നോക്കി. ജയകൃഷ്ണൻ്റെ മുഖഭാവം കണ്ട് അവൾ വിറച്ചുപോയി. ജയേട്ടാ വിളിച്ചെങ്കിലും ശബ്ദം തൊണ്ടയിൽ കുരുങ്ങി. ജയകൃഷ്ണനൊന്നും മിണ്ടിയില്ല. കിടക്കയിലിരുന്നു. പൂജയുടെ ബാക്കി വസ്ത്രങ്ങൾ കൂടി അയാൾ ചീന്തിയെറിഞ്ഞു. അവൾക്ക് തടയാനായില്ല. എട്ടുകാലി ഇരയെ പിടിച്ചെടുക്കുന്നത് പോലെയായിരുന്നു അയാൾ. പൂജയ്ക്ക് ശരിക്കും ശ്വാസം മുട്ടി. കാറ്റിൻ്റെ ശക്തിക്കനുസരിച്ച് ജയകൃഷ്ണൻ്റെ ഓരോ പ്രവൃത്തിയും ഏറി വരുന്നു. അയാളെ തള്ളിമാറ്റാൻ പൂജ ശ്രമിച്ചു. കഴിഞ്ഞില്ല. ജയകൃഷ്ണൻ്റെ താണ്ഡനങ്ങൾ വീണ്ടും വീണ്ടും തുറന്നുകൊണ്ടിരിക്കുന്നു. പൂജയുടെ കണ്ണുകൾ തുറിച്ചു വന്നു. അവസാനം എത്ര നേരം കഴിഞ്ഞെന്നറിയില്ല. ജയകൃഷ്ണൻ ക്രൂരമായൊരു സംതൃപ്തിയോടെ എഴുന്നേറ്റപ്പോൾ കിടക്ക മുഴുവൻ രക്തമായിരുന്നു. പൂജയുടെ ശരീരം മുഴുവൻ ദന്തശതങ്ങളും നഖശതങ്ങളും ഏറ്റപാടുകൾ. അവൻ അവളുടെ കവിളിൽ പിടിച്ചു കുലുക്കി. അവൾ അനങ്ങിയില്ല. അവൻ ആ കവിളുകളിൽ മാറി മാറി പ്രഹരിച്ചു. അപ്പോഴും അവൾ ചിരിച്ചില്ല. ജയകൃഷ്ണൻ്റെ മുഖത്ത് ഒരു ചിരി വിടർന്നു. കണ്ണുകൾ വട്ടം ചുറ്റി. അത് അലമാരയിൽ പതിഞ്ഞു. അവൻ അങ്ങോട്ട് നീങ്ങി അത് വലിച്ചു തുറന്നു. അടുക്കി വെച്ചിരുന്ന വസ്ത്രങ്ങൾക്കുള്ളിൽ നിന്നും എന്തോ തിരയാൻ തുടങ്ങി. തറവാട്ടിൽ നിന്നും കൊച്ചിയിലേക്ക് താമസം മാറ്റിയപ്പോഴും പഴയ വസ്ത്രങ്ങളൊക്കെ വെച്ചിരുന്നത് ഈ അലമാരയിലാണ്. കുറച്ചേറെ നേരത്തെ തിരച്ചിലിന് ശേഷം അവനത് കണ്ടെത്തി. മഞ്ഞ നിറത്തിലുള്ള ഒരു പട്ടുപുടവ. അവൻ അവൾക്ക് കല്യാണ മണ്ഡപത്തിൽ വെച്ച് നൽകിയ പുടവ. അതുമായി അവൻ പിന്തിരിഞ്ഞു. നിശ്ചലം കിടന്ന പൂജയെ ഒരു മാത്രം നോക്കി നിന്നു. അവളുടെ കഴുത്തിൽ താൻ ചാർത്തിയ മിന്നി തിളങ്ങുന്നത് കണ്ട് ഞെടിയിടയിൽ അവനത് വലിച്ചു പൊട്ടിച്ച് ദൂരെ എറിഞ്ഞു. പിന്നീട് സാരിയുടെ അറ്റം കഴുത്തിൽ കെട്ടി. മച്ചിൻ്റെ കഴുക്കോലിലൂടെ സാരിയുടെ രണ്ടാമത്തെ അഗ്രം കടത്തി വലിച്ചു താഴ്ത്തി. പൂജയുടെ ശരീരം മുകളിലേക്ക് ഉയർന്ന് സാരിത്തുമ്പിൽ കിടന്നാടി. ജയകൃഷ്ണൻ അത് നോക്കി അങ്ങനെ ചിരിച്ചു. അധ്യായം 7. പിറ്റേന്ന് രാവിലെയാണ് ഗ്രാമത്തിൽ കാട്ടുതീ പോലെ ആ വാർത്ത പരന്നത്. അറിഞ്ഞോ? ചെറുകുന്നത്തെ തറവാട്ടിലെ ഇളയ സന്തതി ജയകൃഷ്ണൻ ഭാര്യയെ കൊന്ന് കെട്ടിത്തൂക്കി. അറിഞ്ഞവർ അറിയാത്തവരോട് പറഞ്ഞു. ആളുകൾ ചെറുകുന്നത്തെ തറവാടിൻ്റെ പടിപ്പുരയ്ക്ക് മുന്നിൽ തടിച്ചുകൂടി. നരനാരായണൻ മരിച്ച് കാലമേറെ കഴിഞ്ഞെങ്കിലും പതിവ് തെറ്റിക്കാൻ പലർക്കും മടിയായിരുന്നു, പ്രത്യേകിച്ച് പ്രായമുള്ള ആളുകൾക്ക്. ചെറുപ്പക്കാർ മാത്രം തറവാട്ടു വളപ്പിലേക്ക് കയറി. ജയകൃഷ്ണനെ പോലീസ് വിലങ്ങ് വെച്ച് ജീപ്പിൽ കയറ്റിയിരുത്തിയിരിക്കുന്നത് അവർ കണ്ടു. FIR തയ്യാറാക്കിയ ശേഷം പൂജയുടെ ശവശരീരം ആംബുലൻസിൽ കയറ്റി. ജയകൃഷ്ണൻ തന്നെയായിരുന്നു പോലീസിനെ ഫോൺ ചെയ്ത് വരുത്തിയത്. താൻ തന്നെയാണ് പൂജയെ കൊന്നതെന്ന് അയാൾ തുറന്ന് സമ്മതിക്കുകയും ചെയ്തിരുന്നു. കൊല്ലാനുള്ള കാരണം എന്താ? SI മുകുന്ദൻ ആ ചോദ്യത്തിന് മാത്രം അവൻ വ്യക്തമായി ഉത്തരം നൽകിയിരുന്നില്ല. കൊല്ലണമെന്ന് തോന്നി, കൊന്നു.
അങ്ങനെ മാത്രമേ അവൻ പറഞ്ഞുള്ളൂ. ജയകൃഷ്ണനും അനിരുദ്ധനും മാത്രമേ അതിൻ്റെ കാരണം അറിയുമായിരുന്നുള്ളൂ. അയാളാകട്ടെ കുറ്റബോധം കൊണ്ട് മൗനത്തിലുമായിരുന്നു. പൂജയോട് ഇത്രയും കാലം ഇല്ലാതിരുന്ന ആസക്തി തനിക്കിപ്പോൾ എന്തുകൊണ്ടാണ് തോന്നിയതെന്ന് അനിരുദ്ധന് മനസ്സിലായില്ല. സംഭവിച്ചുപോയി, അത്രമാത്രമേ അയാൾക്കറിയുമായിരുന്നുള്ളൂ. ജയകൃഷ്ണനെ കയറ്റിയ പോലീസ് ജീപ്പും പൂജയുടെ മൃതദേഹം കയറ്റിയ ആംബുലൻസും അകന്നുപോയി. തനിക്കിനി മന്ത്രപഠനം തുടരണമെങ്കിൽ പുല കഴിയണമല്ലോ എന്ന് ദുഃഖത്തോടെ വിഷ്ണു ഓർത്തു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കുഴപ്പമൊന്നുമില്ലാതെ നീങ്ങിയതാണ്. എൻ്റെ കുട്ടി ഭാര്യയെ കൊല്ലില്ല, അവള് ആ യക്ഷി അവനെക്കൊണ്ട് ചെയ്യിപ്പിച്ചതാ, എനിക്കറിയാം. മാധുരി വിലപിച്ചു കൊണ്ടിരുന്നു. ഷാലുവിൻ്റെ മുഖത്ത് മാത്രം ആർക്കും കാണാൻ കഴിയാത്ത ഒരു ചിരി തങ്ങി നിന്നിരുന്നു. ഗുഹയിലിരുന്ന് ചെറുകുന്നത്ത് തറവാട്ടിലെ ഓരോ ചലനങ്ങളും അറിയുകയായിരുന്നു. ബ്രഹ്മദത്തൻ്റെ മുഖത്തും ഉണ്ടായിരുന്നു അങ്ങനെ ഒരു പുഞ്ചിരി. 2 ദിവസം കഴിയട്ടെ, അടുത്ത ആഘാതം കൊടുക്കാം. താടി തടവിക്കൊണ്ട് ബ്രഹ്മദത്തൻ തീരുമാനിച്ചു. അതെങ്ങനെ വേണമെന്ന് നേരത്തെ തന്നെ അയാൾ ഉറപ്പിച്ചിരുന്നു. പൂജയുടെ ശവമടക്ക് കഴിയട്ടെ. മരണം അറിഞ്ഞെത്തിയ പൂജയുടെ വീട്ടുകാർ അവളുടെ മൃതദേഹം ചെറുകുന്നത്ത് തറവാട്ട് വളപ്പിൽ സംസ്കരിക്കാൻ സമ്മതിക്കാതെ തങ്ങളുടെ നാട്ടിലേക്ക് കൊണ്ടുപോയി. ചെറുകുന്നത്ത് തറവാട് ശോകമൂകമായി ഒരു ഭാർഗവി നിലയം പോലെ നിലകൊണ്ടു. കോടതിയിൽ ഹാജരാക്കിയ ജയകൃഷ്ണൻ സബ് ജയിലിൽ റിമാൻഡിലായി. അപ്പോൾ ഒരു രാത്രി നല്ല ഉറക്കത്തിലായിരുന്ന മാധുരി തൻ്റെ പേര് ചൊല്ലി ആരോ വിളിക്കുന്നത് കേട്ട് ഞെട്ടിയുണർന്നു. മുന്നിൽ യാമിനി. വിറച്ചുപോയി ആ സ്ത്രീ. ഇപ്പോൾ എങ്ങനെയുണ്ട് മുത്തശ്ശി? അവൾ ചിരിച്ചു. ഇരുളിലും അവളുടെ രക്തവർണമായ കണ്ണുകളും നാവും മാധുരിക്ക് കാണാമായിരുന്നു. ചിരിച്ചപ്പോൾ അവളുടെ വായ്ക്ക് ഇരുഭാഗത്തുകൂടിയും തേറ്റപ്പല്ലുകൾ ഇറങ്ങി വന്നു. മാധുരി പക്ഷേ അപ്പോഴേക്കും ബോധശൂന്യായി. 2-3 ദിവസങ്ങൾ പിന്നിട്ടു. ചെറുകുന്നത്ത് തറവാട്ടിലുള്ളവർ ഭക്ഷണം കഴിക്കാനും പഴയ നിലയിലേക്ക് മടങ്ങി വരാനും ശ്രമിച്ചുകൊണ്ടിരുന്നു. ഇത് തന്നെയാണ് അടുത്ത ആഘാതത്തിനുള്ള സമയമെന്ന് ബ്രഹ്മദത്തൻ തീർച്ചയാക്കി. സന്ധ്യയോടുകൂടി ഗുഹയിൽ അതിനുള്ള പൂജകൾ ആരംഭിക്കുകയും ചെയ്തു. പൂജയുടെ മരണത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് പൂമുഖത്തിരിക്കുകയായിരുന്നു അനിരുദ്ധൻ. തൻ്റെ ഭാര്യയെ പോലീസ് കൊണ്ടുപോയതിനു ശേഷം അയാൾ അവളോടൊത്ത് ഒരു മുറിയിൽ കഴിഞ്ഞിട്ടില്ല. തെക്കിനിയിലെ ഒരു മുറിയിലാണ് കിടക്കാറുള്ളത്. മാത്രമല്ല പട്ടണത്തിലെ ബീവറേജസ് സ്റ്റോറിൽ പോയി മദ്യം വാങ്ങിക്കൊണ്ടുവന്ന് മുറിയിൽ വെച്ച് രഹസ്യമായും പരസ്യമായി അയാൾ സേവയും തുടങ്ങിയിരുന്നു. മാധുരിയോ മറ്റാരെങ്കിലും ഇത് കണ്ട് അയാളോട് ഒറ്റ അക്ഷരം പറഞ്ഞതുമില്ല. നല്ല ഫോമിലായിരുന്നു അനിരുദ്ധൻ. ഒരല്പം കൂടി കുടിക്കണമെന്ന് തോന്നിയ അയാൾ മുറിയിലെത്തി. ഗ്ലാസും വെള്ളവും അവിടെ കരുതിയിട്ടുണ്ട്. ഗ്ലാസ്സിൽ പകുതിയോളം മദ്യം ഒഴിച്ച് വെള്ളം ചേർത്ത് അകത്താക്കി. വീണ്ടും പൂമുഖത്ത് വന്നപ്പോൾ ആരോ പറയുന്നത് പോലെ തോന്നി. ഇങ്ങനെ കുത്തിയിരിക്കാതെ ഇറങ്ങി നടക്ക്. ആരോടും ഒന്നും പറയാതെ അയാളങ്ങ് ഇറങ്ങി നടന്നു. പാടവും ക്ഷേത്രവും കടന്ന് മുന്നോട്ട് പോയി. ധാരാളം ആളുകൾ തിങ്ങിപ്പറക്കുന്ന ഒരു സ്ഥലത്താണ് അയാൾ എത്തിപ്പെട്ടത്. കുറച്ചങ്ങോട്ട് ചെന്നപ്പോൾ ഒരു ചെറിയ വീടിൻ്റെ പിന്നാമ്പുറത്ത് മണ്ണെണ്ണ വിളക്കിൻ്റേതുപോലെ വെളിച്ചം കണ്ടു. അങ്ങോട്ട് ചെല്ല്, ആരോ നിർദ്ദേശിച്ചു. അയാൾ ആ പറമ്പിലേക്ക് കയറി. ആരും കാണാതെ പോകണം നിർദ്ദേശം. ചുറ്റും നോക്കിക്കൊണ്ട് അയാൾ വെളിച്ചം കണ്ട ഭാഗത്തെത്തി. ഒരു മറപ്പുരയ്ക്കുള്ളിൽ നിന്നായിരുന്നു വെളിച്ചം വന്നുകൊണ്ടിരുന്നത്. അടുത്തെങ്ങും ആരുമില്ലെന്ന് ഉറപ്പാക്കിയിട്ട് അയാൾ മറപ്പുരയോടെടുത്തു. ഓലപ്പഴുതിലൂടെ അകത്തേക്ക് നോക്കിയ അനിരുദ്ധൻ്റെ ശരീരത്തിൽ ഒരു കോരിത്തെരിപ്പുണ്ടായി. 20 വയസ്സ് തോന്നിക്കുന്ന ഒരു യുവതി. നല്ല കറുത്ത നിറമാണെങ്കിലും മറ്റൊരു പെണ്ണിലും കണ്ടിട്ടില്ലാത്ത ആകാരവടിവ്. അരയിലൊരു തീർത്ത് ചുറ്റിക്കൊണ്ട് കുളിക്കുകയായിരുന്നു അവൾ. മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിൽ അവളുടെ ശരീരത്തിൽ വീണ വെള്ളത്തുള്ളികൾ മുത്തുപോലെ തിളങ്ങി. മദ്യപിക്കാത്ത ഒരാൾക്ക് പോലും ഈ കാഴ്ച കണ്ടു നിൽക്കാൻ കഴിയില്ല. അപ്പോൾ അനിരുദ്ധൻ്റെ കാര്യം പറയണോ? വാതിൽ മറച്ചിരുന്ന ഓലമറ നീക്കി അയാൾ അകത്തേക്ക് കയറിയതും ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയ യുവതി അലറിക്കരിഞ്ഞതും ഒന്നിച്ചായിരുന്നു. കുഞ്ഞേട്ടാ, എന്താ സുമതി, എന്തു പറ്റിയെന്ന് ചോദിച്ചുകൊണ്ട് ഒരാൾ ഓടി വന്നു. സുമതി പെട്ടെന്ന് കൈകൾ കൊണ്ട് മാറിടം മറച്ചു. ദാ ഇയാൾ കുളിമുറിയിൽ കയറി വന്നു. കുഞ്ഞൻ അലറി. ആരടാ നീ? ആരടാ അവിടെ? ഒരു സ്വപ്നത്തിൽ നിന്നെന്ന വണ്ണം അനിരുദ്ധൻ ഉണർന്നു. എവിടെയാണ് താൻ? അവർ ഇരുവരെയും പകച്ചു നോക്കി. ഞാൻ അനിരുദ്ധൻ പറഞ്ഞു തുടങ്ങും മുമ്പ് അടി വീണു. ആ ആഘാതത്തിൽ മറപ്പുരയ്ക്കുള്ളിലെ ചെളിയിലേക്ക് അനിരുദ്ധൻ മൂക്കുകുത്തി വീണു. സുമതി, നീ പൊയ്ക്കോ, കുഞ്ഞൻ പറഞ്ഞു. അവൾ അഴിച്ചു വെച്ചിരുന്ന വസ്ത്രങ്ങളും എടുത്ത് വീട്ടിലേക്ക് ഓടി. എൻ്റെ ഭാര്യ കുളിക്കുന്നിടത്ത് നീ കയറി വരും അല്ലടാ? കുഞ്ഞൻ അനിരുദ്ധനെ പിടിച്ചുയർത്തി വീണ്ടും തല്ലി.
അപ്പോഴേക്കും ബഹളം കെട്ട് ധാരാളം പേര് ഓടിക്കൂടി. വന്നവർ അനിരുദ്ധൻ്റെ മേൽ കൈവച്ചു. ഇതിനിടെ വിളക്കണഞ്ഞത് കാരണം ആൾ ആരാണെന്ന് ആരും ശ്രദ്ധിച്ചതുമില്ല. അല്ലെങ്കിൽ തന്നെ ആ ഗ്രാമത്തിൽ ആർക്കും ചെറുകുന്നത്ത് തറവാട്ടിലെ മരുമകനെ അത്ര പരിചയമില്ല. അടികൊണ്ട് തളർന്ന അനിരുദ്ധൻ തറയിൽ വീണു. ആളുകൾ അയാളെ അവിടെയിട്ടും ചവിട്ടി. മതി, ഇനി വല്ലതും ചെയ്താൽ നമ്മൾ കൊലക്കേസിൽ പ്രതികളാവും, ആരോ പറഞ്ഞു. അതോടെ ആളുകൾ പതിയെ പിൻവാങ്ങി. ഏതായാലും ഈ വിദ്വാനെ ഒന്ന് കാണണമല്ലോ, വെട്ടം കൊണ്ടുവാ, മറ്റൊരാൾ അറിയിച്ചു. വെളിച്ചം വന്നു. അനിരുദ്ധനെ അറിയാവുന്നവർ ചുരുക്കം. ഇനി അറിയാമെങ്കിൽ പോലും അടിയേറ്റി തിണർത്ത പൊട്ടിയ പാടുകളും മുഖവും ചെളി പറ്റിയ ശരീരവും കണ്ടാൽ എങ്ങനെ മനസ്സിലാകാനാണ്? ഇവിടെങ്ങും ഉള്ളവനല്ല. ചിലപ്പോൾ മോഷണമാണ് ഉദ്ദേശം. അതും നേരാ. ഇപ്പോൾ ഇത്തരം ആളുകൾ ഒത്തിരി ഇറങ്ങിയിട്ടുണ്ട്. 10 പട്ടിക്ക് തിന്നാനുള്ള ഇറച്ചിയുണ്ടല്ലോ ഇവന്. എന്നാലും അധ്വാനിച്ച് ജീവിക്കില്ല എന്ന് വെച്ചാൽ എന്തു ചെയ്യും? ആളുകൾ പലവിധം അഭിപ്രായങ്ങൾ തട്ടിവിട്ടു. ഇവനെ ഇനി എന്തു ചെയ്യും? പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കണം. അല്ല പിന്നെ. പക്ഷെ അത് കുഴപ്പമാ. ഒന്നാമത് നമ്മളെല്ലാവരും കൂടി നല്ല പരുവത്തിലാക്കിയിട്ടുണ്ട്. ഇയാൾ ചാകുമോ ജീവിക്കുമോ എന്നറിയാതെ പോലീസുകാർ കൊണ്ടുപോവുകയല്ല. മാത്രമല്ല സാക്ഷികളായി നമ്മളും കോടതിയിൽ കയറി ഇറങ്ങേണ്ടി വരും. അതൊക്കെ പൊല്ലാപ്പാന്നേ. പിന്നെന്ത് ചെയ്യും? കൊടുക്കേണ്ടത് കൊടുത്തില്ലേ, ഇനി അങ്ങ് വിട്ടേക്കാം. ഏതായാലും ഓർമ്മയുള്ള കാലത്തോളം ഇവനിങ്ങോട്ട് വരത്തില്ല. എന്നാലും നാളെ പകൽ വിട്ടാൽ മതി ഇവനെ. കാണട്ടെ പകൽ വെളിച്ചത്തിൽ എല്ലാവരും. മാത്രമല്ല ഇവൻ ആരാ, എവിടുന്ന് വന്നു, എന്തിനു വന്നു എന്നൊക്കെ നമുക്കൊന്നും അറിയണ്ടേ? അത് നേരാ, അങ്ങനെ ചെയ്താൽ മതി. പല അഭിപ്രായങ്ങൾ പറഞ്ഞവരെല്ലാം അവസാനം ആ തീരുമാനത്തിൽ യോജിച്ചു. അവരെല്ലാം ചേർന്ന് അനിരുദ്ധനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് ഒരു തെങ്ങിൽ ചേർത്ത് കെട്ടി നേരം പുലരും വരെ കാവലിരിക്കാനും തീരുമാനിച്ചു. ഗ്രാമീണർക്ക് അന്ന് നല്ല ഉത്സവത്തിൻ്റെ പ്രതീതിയായിരുന്നു. കാരണം പലപ്പോഴായി ഗ്രാമത്തിൽ മോഷണം നടത്തിയിരുന്ന ഒരു കള്ളനെയാണ് പിടികൂടിയിരിക്കുന്നത്. കുഞ്ഞൻ്റെ ഭാര്യ സുമതിയുടെ കഴുത്തിൽ കിടന്നിരുന്ന മാല പറിക്കാൻ വന്ന കള്ളനായി അവർ അനിരുദ്ധനെ ചിത്രീകരിച്ചിരിക്കുന്നു. അപ്പോൾ സുമതിയെ കയറി പിടിച്ചത് വേറെ കാര്യത്തിനാണെന്ന് പറഞ്ഞാലുള്ള നാണക്കേട് ഓർത്ത് കുഞ്ഞൻ തന്നെയാണ് ഇങ്ങനെയൊരു കഥ മെനഞ്ഞുണ്ടാക്കിയത്. ഏതായാലും ഇവനെ ഇങ്ങനെ കെട്ടി നിർത്തിയേച്ച് നമുക്ക് പോകാൻ പറ്റുമോ? ആളുകൾ പരസ്പരം നോക്കി. ഇവൻ്റെ കൂടെ വേറെ ആളുകൾ ആരുമില്ലെന്ന് എങ്ങനെ അറിയും? നമ്മൾ പോയാൽ അവർ വന്ന് ഇവനെ അഴിച്ചു വിട്ടഴിച്ചു പോവും. എന്തു ചെയ്യും? പിന്നെന്ത് ചെയ്യും? ഇന്നൊരു ദിവസത്തേക്കല്ലേ നമുക്ക് കാവലിരിക്കാം. അത് നേരാ. വിവരം കേട്ടറിഞ്ഞ് രാത്രിയിൽ തന്നെ ആളുകൾ കള്ളനെ കാണാൻ വന്നുകൊണ്ടിരുന്നു. പലർക്കും കൈധരിക്കുകയാണ്. തീരെ സഹിക്കാൻ കഴിയാത്തവരെ അനിരുദ്ധൻ്റെ താടിക്കൊരു തട്ടെങ്കിലും കൊടുത്ത് സംതൃപ്തി അടഞ്ഞു. അനിരുദ്ധനാണെങ്കിൽ ഒരു മാംസ കഷ്ണമായി മരത്തോട് ചേർത്ത് കെട്ടി കയറിൽ തൂങ്ങി നിൽക്കുകയായിരുന്നു. മദ്യത്തിൻ്റെ കെട്ടിപ്പോഴും വിട്ടുമാറാത്തതിനാൽ അടിയേറ്റതിൻ്റെ നോവൊന്നും അറിഞ്ഞിരുന്നില്ല. വെറുതെ എത്ര നേരമാണ് കുത്തിയിരിക്കുക? ആളുകൾ ചീട്ട് കളിക്കാൻ തുടങ്ങി. ചെറുകുന്നത്തെ തറവാട്ടിൽ അത്താഴത്തിന് സമയമായി. കുട്ടികൾക്കെല്ലാം ഭക്ഷണം കൊടുത്തു കഴിഞ്ഞു. ശാലിമോൾ മാത്രം സാധാരണ ചെയ്യും പോലെ ഭക്ഷണം കഴിക്കുന്ന ഭാവത്തിലിരുന്ന് മതിയെന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോയി. ഈ കുട്ടിയൊന്ന് ഡോക്ടറെ കാണിക്കണം. എത്ര കാലമായി ഇവളൊന്നും കഴിക്കാതെ? മാധുരി ജയലക്ഷ്മിയെ നോക്കി. അത് ശരിയാണെന്ന് അവൾക്കും അറിയായിരുന്നു. പക്ഷേ ഞാൻ ഒട്ടും മെലിയുന്നില്ലല്ലോ മുത്തശ്ശി. ശാലു ചിരിച്ചു. എന്തായാലും നിന്നെ നാളെ ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോയിട്ട് തന്നെ ബാക്കി കാര്യം, ജയലക്ഷ്മി പറഞ്ഞു. ഷാലുവിൻ്റെ കണ്ണുകളൊന്നും കുറുകിയെങ്കിലും ഒന്നും പറഞ്ഞില്ല. അവൾ ഉറങ്ങാനായി പോവുകയും ചെയ്തു. വിനയപ്രഭ ആരോടും ഒന്നും സംസാരിക്കാതെ വന്ന് ഭക്ഷണത്തിനിരുന്നു. മാധുരിയും ജയലക്ഷ്മിയും ജ്യോതികയും ഒക്കെ അവിടെയുണ്ട് എന്നതുപോലും അവൾ ശ്രദ്ധിക്കുന്നില്ല. അനിരുദ്ധനെ കൂടി അത്താഴത്തിന് വിളിച്ചിട്ട് പോരായിരുന്നില്ലേ വിനയ നിനക്ക്? മാധുരി കുറ്റപ്പെടുത്തി. അവൾ മുഖമുയർത്തി അമ്മയൊന്ന് നോക്കി. മദ്യസേവയുമായി കഴിയുന്നവർക്ക് ഭക്ഷണത്തിനൊന്നും താല്പര്യം കാണില്ല. ഇനിയിപ്പോൾ ഉണ്ടായാൽ തന്നെ വിളിക്കാൻ എനിക്ക് മനസ്സില്ല. ആവശ്യാച്ചാൽ അങ്ങനെ തോന്നുമെങ്കിൽ സ്വയം വന്നോളും. അവൾ കുനിഞ്ഞിരുന്ന് വീണ്ടും കഴിക്കാൻ തുടങ്ങി. ജ്യോതികയും ജയലക്ഷ്മിയും മുഖാമുഖം നോക്കി. വീട്ടിലുള്ള ആളിനെ വിളിക്കാതെ ഭക്ഷണം കഴിക്കാൻ എനിക്കേതായാലും തോന്നില്ല. എൻ്റെ മോളുടെ കെട്ടിയവനായി പോയില്ലേ? മാധുരി പിറുപിറുത്തുകൊണ്ട് അനിരുദ്ധൻ്റെ മുറിയിലേക്ക് പോയി. വാതിൽ തുറന്നു കിടക്കുന്നു. മുറിയിലും ഉമ്മറത്തും ഒന്നും അനിരുദ്ധനില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ അർദ്ധബോധാവസ്ഥയിൽ മുറിക്കുള്ളിലോ ഉമ്മറത്തോ ഉണ്ടാകുമായിരുന്നു അയാൾ. അനിരുദ്ധ, മാധുരി വിളിച്ചു. അതിന് മറുപടി കിട്ടിയില്ല. ഉറങ്ങാൻ പോയ കുട്ടികളെ വിളിച്ച് അവർ തിരക്കി. അങ്കിള് നേരത്തെ പുറത്തേക്ക് പോയല്ലോ, ഷാലുവാണ് പറഞ്ഞത്. ഒന്നും മിണ്ടാതെ മാധുരി തിരിച്ചു വന്നു. അപ്പോഴേക്കും വിനയപ്രഭ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിരുന്നു. നേരം പുലരാറായി. ചീട്ടുകളിക്കാർ അപ്പോഴും അനിരുദ്ധന് കാവലായിട്ടുണ്ട്. സുമതി തിളപ്പിച്ച കടുങ്കാപ്പി കുഞ്ഞനെല്ലാവർക്കും കൊടുത്തു. മരത്തിൽ മയങ്ങിക്കിടക്കുകയായിരുന്നു അനിരുദ്ധൻ.
നേരം നന്നായി പുലർന്നു കഴിഞ്ഞിരിക്കുന്നു. അതോടെ കളി അവസാനിപ്പിച്ച് ആളുകൾ എഴുന്നേറ്റു. തലേന്ന് രാത്രിയിൽ വന്ന് കള്ളനെ കണ്ടവരും കാണാത്തവരും രാവിലെ തന്നെ എത്തിച്ചേർന്നു. ഇവൻ ചത്തോ? ആരോ തിരക്കി. ചത്തെങ്കിൽ നമ്മൾ സമാധാനം പറയേണ്ടി വരുമല്ലോ. എടാ, ആരോ അനിരുദ്ധനെ തട്ടി ഉണർത്താൻ ശ്രമിച്ചു. അയാൾക്ക് അനക്കമില്ല. ആളുകൾ ഭയന്നു. തലേന്ന് രാത്രി മർദ്ദിക്കാനും വീരവാദം മുഴക്കാനും നിന്നിരുന്ന ചിലർ സൂത്രത്തിൽ അവിടെ നിന്ന് പിൻവാങ്ങി. ഇവൻ്റെ തലവഴി കുറച്ച് വെള്ളമൊഴിച്ച് നോക്കൂ കുഞ്ഞ. കുഞ്ഞനൊരു ബക്കറ്റുമായി കിണറ്റിൻകരയിലേക്ക് ഓടി. ഈ നേരത്താണ് ചെറുകുന്നത്തെ തറവാട്ടിലെ കാര്യസ്ഥൻ വേലുനായർ കള്ളനെ പിടിച്ചു എന്നുള്ള വാർത്തയറിഞ്ഞ് അങ്ങോട്ട് വന്നത്. മണ്ണും ചെളിയും പുരണ്ട് അടിയേറ്റ് നീര് വെച്ച് നിൽക്കുന്ന അനിരുദ്ധനെ കണ്ടപ്പോൾ അയാൾക്ക് ആളെ പിടികിട്ടിയില്ല. കുഞ്ഞൻ വെള്ളം കൊണ്ടുവന്ന് അനിരുദ്ധൻ്റെ തലവഴി ഒഴിച്ചു. അപ്പോൾ അയാളൊന്ന് അനങ്ങി, ഒന്ന് ഞരങ്ങി. ചത്തിട്ടില്ല, ജനം പറഞ്ഞു. അല്ലെങ്കിലും ചത്തതുപോലെ കിടക്കുന്ന യുവമാരുടെ ഒരടവാ. നീ മുഖമൊന്നും ഉയർത്തിക്കേടാ കള്ള, നിന്നെ ഞങ്ങൾ ശരിക്കൊന്ന് കാണട്ട. പറഞ്ഞത് വേലുനായരാണ്. അനിരുദ്ധൻ ബന്ധപ്പെട്ട് കണ്ണുകൾ തുറന്നു. താൻ എവിടെയാണ്, എന്താണ് സംഭവിച്ചത്? അയാൾക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. ശരീരമാണെങ്കിൽ അനക്കാനേ പറ്റുന്നില്ല. ഒടിഞ്ഞു തൂങ്ങിയതുപോലെയാണ് വേദന. വളരെ ബുദ്ധിമുട്ടി അനിരുദ്ധൻ തലയുയർത്തി ചുറ്റും നോക്കി. ഈശ്വര! വേലുനായരുടെ നാവിൽ നിന്നും ആദ്യത്തെ നിലവിളി ഉയർന്നു. ഇത് ചെറുകുന്നത്തെ മരുമകനാണല്ലോ. ഗ്രാമീണർ ഞെട്ടി. എന്നാലും അവർ അഭിപ്രായപ്പെട്ടു, ഏത് കൊമ്പത്തേതായാലും ഇങ്ങനെ തന്നെ വേണം. കയ്യിലിരിപ്പ് നന്നല്ലല്ലോ. വേലുനായരെ ഞാൻ. അനിരുദ്ധൻ്റെ ചുണ്ടുകൾ ചലിച്ചു. എന്താ കുഞ്ഞെ ഇതൊക്കെ? വേലുനായർ പെട്ടെന്ന് അയാളുടെ കെട്ടുകൾ അഴിച്ചു. വീഴാൻ പോയ അനിരുദ്ധനെ താങ്ങി. പക്ഷെ കയ്യിൽ നിൽക്കുന്നില്ല. ആരെങ്കിലും ഒന്ന് സഹായിച്ചേ, അയാൾ വിളിച്ചു പറഞ്ഞു. പലരും പിന്നോട്ട് മാറി. പക്ഷെ കുഞ്ഞൻ വേഗം വന്നു പിടിച്ചു. അനിരുദ്ധനെ ആശുപത്രിയിൽ എത്തിച്ച ശേഷം വേലുനായർ തന്നെയാണ് ചെറുകുന്നത്ത് തറവാട്ടിലേക്ക് ഫോൺ ചെയ്ത് വിവരം പറഞ്ഞത്. അതിനനുസരിച്ച് മാധുരിയും ജ്യോതികയും ജയലക്ഷ്മിയും പാഞ്ഞെത്തി. എത്ര നിർബന്ധിച്ചിട്ടും അവർക്കൊപ്പം പോരാൻ വിനയപ്രഭ തയ്യാറായിരുന്നില്ല. ആശുപത്രിയിലെത്തി അനിരുദ്ധനെ കണ്ടെങ്കിലും ആരും അയാളോടൊന്നും ചോദിച്ചില്ല. വേലുനായരുടെ നാവിൽ നിന്നും കാര്യങ്ങൾ വിശദീകരിച്ച് കേട്ടപ്പോൾ മൂവരും ലജ്ജയോടെ തലതാഴ്ത്തി. തൻ്റെ ഗുഹയിലിരുന്ന് ഇതെല്ലാം മനക്കണ്ണുകളിൽ കാണുകയായിരുന്നു ബ്രഹ്മദത്തൻ. സംതൃപ്തമായ ഒരു ചിരിയോടെ എഴുന്നേറ്റ് ഗുഹാമുഖത്തേക്ക് പോയി. അരയിലൊരു തോർത്ത് ചുറ്റിക്കൊണ്ട് ഐസിൻ്റെ തണുപ്പുള്ള വെള്ളത്തിൽ കുളിക്കുമ്പോൾ തൻ്റെ മനസ്സിലെ അഗ്നിക്ക് അല്പം ശാന്തതയുണ്ടെന്ന് അയാൾ അറിഞ്ഞു. 2 ദിവസം കഴിഞ്ഞു. അനിരുദ്ധൻ എഴുന്നേറ്റിരുന്ന് കഞ്ഞി കുടിക്കുകയായിരുന്നു. അപ്പോഴാണ് മാധുരിയും ജയലക്ഷ്മിയും കടന്നു വന്നത്, കൂടെ ശാലുവും. അവരെ കണ്ടപ്പോൾ തന്നെ അയാൾ കഞ്ഞികുടി നിർത്തി സ്പൂൺ പാത്രത്തിലിട്ട് തലകുലിച്ചങ്ങനെ ഇരുന്നു. ആഹാ, ഇത്ര വരെ ആയോ? എണീറ്റിരിക്കാമെങ്കിൽ ഇനിയും ഇറങ്ങാം ഗ്രാമത്തിലേക്ക്. കുളിപ്പുരയിൽ കുളിക്കുന്ന പെണ്ണുങ്ങൾ ഇനിയും ഉണ്ടാവും അവിടെ. മാധുരി പരിഹസിച്ചു. അധ്യായം 8. താൻ എന്ത് പറഞ്ഞാലും ആരും വിശ്വസിക്കില്ലെന്ന് അനിരുദ്ധനറിയാം. തനിക്ക് മനസ്സറിവുള്ള കാര്യങ്ങളൊന്നുമല്ല സംഭവിച്ചിരിക്കുന്നത്. നന്നായി മദ്യപിച്ചിരുന്നെങ്കിൽ പോലും അങ്ങനെ താൻ കുളിപ്പുരയിൽ പോയെന്ന കാര്യം ഇപ്പോഴും അയാളുടെ മനസ്സ് സമ്മതിക്കുന്നില്ല. മാധുരി തുടർന്നു. നാട്ടുകാരുടെ കൈകൊണ്ട് നന്നായി ഒഴിച്ചിലും മറ്റും കിട്ടിയതുകൊണ്ട് ഇനിയിപ്പോൾ മറ്റ് തിരുമലുകാരുടെ അടുത്തേക്കൊന്നും പോകേണ്ട കാര്യമില്ലല്ലോ. നിർത്തുന്നുണ്ടോ? അനിരുദ്ധൻ സഹികെട്ട് പൊട്ടിത്തെറിച്ചു. നിങ്ങളുടെ മോളുണ്ടല്ലോ ഒരുത്തി, പരപുരുഷന്മാരെ തേടിപ്പോകുന്നവൾ. അവളോട് ചെന്ന് പറ, നാട്ടിൽ ഇനിയും പുരുഷന്മാരും ആറ്റുകാരും ഉണ്ടെന്ന്. അതിന് ശേഷമാട്ടെ എന്നോട് പറയുന്നത്. മുഖത്ത് തുപ്പൽ വീണതുപോലെ മാധുരി മുഖം ചൊളിച്ചു. അമ്മയെ എന്തിനാ വയ്യാണ്ടിരിക്കുന്ന ആളിനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത്? ജയലക്ഷ്മി ഭർത്തമാതാവിനെ കുറ്റപ്പെടുത്തി. വന്നത് വന്നു. ഇനിയിപ്പോൾ അതേപ്പറ്റി പറഞ്ഞ അത് സ്വന്തം പല്ലിട കുത്തി മണപ്പിക്കും പോലെയല്ലേ? മാധുരി കടുപ്പിച്ചൊന്ന് നോക്കിയതേയുള്ളൂ ജയലക്ഷ്മിയെ. കുറച്ചു കഴിഞ്ഞ് എന്തോ ഓർമ്മിച്ചിട്ടെന്നോളം മാധുരി മരുമകളോട് പറഞ്ഞു. ജയേ, ഏതായാലും ശാലുമോളുണ്ടല്ലോ കൂടെ. ഇത്രയിടം വന്ന നിലയ്ക്ക് ഇവളുടെ വിശപ്പില്ലായ്മ കൂടി ഡോക്ടറോട് പറഞ്ഞിട്ട് പോകാം. ശരി അമ്മായി. അത് കേട്ട് ശാലുമോള് ഞെട്ടി. വേണ്ട, എനിക്ക് ഡോക്ടറെ കാണണ്ട പറഞ്ഞതും അവൾ പുറത്തേക്കോടി. കുട്ടിയെ, അവിടെ നിൽക്ക്. എന്താ ഡോക്ടറെ കണ്ടാൽ? മാധുരി തിരക്കി. മോളെ, നിന്നെ ഡോക്ടർ ഒന്നും ചെയ്യില്ല, അമ്മയല്ലേ കൂടെ, ജയലക്ഷ്മി പറഞ്ഞു. അനിരുദ്ധം മാത്രം എല്ലാം കണ്ടുകൊണ്ട് കിടന്നതേയുള്ളൂ. എനിക്ക് ഡോക്ടറെ കാണണ്ട എന്ന് പറഞ്ഞ് ശാലുമോൾ ഓടി. അല്ലെങ്കിലും നിനക്ക് ഈയിടെയായി കുറുമ്പ് കൂടുതലാ. അത് പറ്റില്ലല്ലോ. ജയലക്ഷ്മി അവൾക്ക് പിന്നാലെ ഓടി. ശാലു, നിന്നോടാ നിൽക്കാൻ പറഞ്ഞത്. ഇല്ല, എനിക്ക് ഡോക്ടറെ കാണണ്ടാന്ന് ഓടുന്നതിനിടയിൽ അവൾ വിളിച്ചു പറഞ്ഞു. ശരം പോലെ ആശുപത്രി ഇടനാഴിയിലൂടെ പായുകയായിരുന്നു അവൾ. താൻ വിചാരിച്ചാൽ അവളുടെ ഒപ്പം എത്താനാവില്ലെന്ന് ജയലക്ഷ്മിക്ക് തീർച്ചയായി. ആശുപത്രിയുടെ ഇടനാഴിയിൽ ഉണ്ടായിരുന്നവരെയൊക്കെ
ശാലുവിനെയും ജയലക്ഷ്മിയും തുറച്ചു നോക്കി. ശാലു പുറത്തേക്കുള്ള വാതിക്കൽ എത്തിക്കഴിഞ്ഞിരുന്നു. അവളെ പിടിക്ക്, ജയലക്ഷ്മി സെക്യൂരിറ്റിക്കാരനോട് വിളിച്ചു പറഞ്ഞു. നിൽക്കൂ കുട്ടി. സെക്യൂരിറ്റിക്കാരൻ അവളെ പിടിച്ചു നിർത്തി. പക്ഷെ ഒറ്റത്തള്ളായിരുന്നു ശാലു. 10 പേർ ഒന്നിച്ച് തള്ളിയതിൻ്റെ ശക്തിയിൽ അയാൾ മുറ്റത്തേക്ക് തെറിച്ചു വീണു. അത് കണ്ട് മറ്റു സെക്യൂരിറ്റിക്കാരും ഓടി വന്നു. ധൃതിയിൽ പുറത്തേക്ക് ചാടുന്നതിനിടയിൽ ശാലുവിൻ്റെ കാലുകൾ പടിക്കെട്ടിൽ വഴുതി. അവളും അവിടെ തന്നെ വീണു. ഓടിയെത്തിയ സെക്യൂരിറ്റിക്കാർ തങ്ങളുടെ സഹപ്രവർത്തകനെയും ജയലക്ഷ്മി ശാലുവിനെയും പിടിച്ചെഴുന്നേൽപ്പിച്ചു. സെക്യൂരിറ്റിക്കാരൻ്റെ തറയിലടിച്ച് ചോര വരുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ശാലുവിൻ്റെ കണ്ണുകൾ തിളങ്ങി. സെക്യൂരിറ്റിക്കാരനെ ഒരാൾ താങ്ങി അകത്തേക്ക് കൊണ്ടുപോയി. അതിനിടെ അയാൾ ശാലുവിനെ രൂക്ഷമായി ഒന്ന് നോക്കി. ജയലക്ഷ്മിയുടെ കൈ തട്ടിക്കളഞ്ഞിട്ട് ശാലു വീണ്ടും ഓടാൻ ശ്രമിച്ചെങ്കിലും അങ്ങനെ അങ്ങ് പോയാലോ എന്ന് പറഞ്ഞ് മറ്റൊരു സെക്യൂരിറ്റിക്കാരൻ അവളെ പിടിച്ചു. എന്നിട്ട് അവരെ കുടഞ്ഞെറിയാൻ അവൾ ശ്രമിച്ചു കൊണ്ടിരുന്നു. ഇങ്ങോട്ട് വന്നെടി. ആ മനുഷ്യൻ്റെ സഹായത്തോടെ ജയലക്ഷ്മി അവളെ ആശുപത്രിയിലേക്ക് വലിച്ചു കയറ്റി. അസ്പഷ്ടമായ ചില ശബ്ദങ്ങൾ അവളിൽ നിന്നുണ്ടായി. അവൾ പല്ലുറങ്ങുകയും അവരെ തെറിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. സഹിക്കവയ്യാതെ ജയലക്ഷ്മി കൈ നിവർത്തി ഒന്ന് കൊടുത്തു. അതോടെ ശാലു വീണ്ടും രോഷാകുലയായി. ഹാ, നീ എന്നെ അടിക്കുമല്ലടി. ആ ശബ്ദം തനിക്ക് അപരിചിതമാണെന്ന് തോന്നിയ ജയലക്ഷ്മി മകളുടെ മുഖഭാവം കൂടി കണ്ടപ്പോൾ പകച്ചുപോയി. ഏതോ വികൃത ജന്തുവിൻ്റെ ഭാവം. സെക്യൂരിറ്റിക്കാരനും അമ്പരന്നുപോയി. മോളെ, ചകിതഭാവത്തിൽ ജയലക്ഷ്മി വിളിച്ചു. ഡോക്ടറെ കാണാൻ പറഞ്ഞതിന് ഇത്രയും ബഹളം ഉണ്ടാക്കണോ? കൊല്ലും നിന്നെ ഞാൻ. കുട്ടി അലറിക്കൊണ്ട് അമ്മയെ കടിക്കാനാഞ്ഞു. രംഗം കണ്ട 2-3 പേർ കൂടി അപ്പോഴേക്കും ഓടി വന്ന് ശാലുവിനെ പിടിച്ചു. അതോടെ അവൾക്ക് അനങ്ങാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. പെട്ടെന്ന് കുട്ടിയൊന്ന് ഞെട്ടിപ്പിടഞ്ഞു. അതോടെ അതുവരെ ഉണ്ടായിരുന്ന ശക്തിയെല്ലാം ചോർന്നു പോയതുപോലെ അവൾ മോഹാലസ്യപ്പെട്ടു വീണു. മറ്റുള്ളവർ അവളെ പിടിച്ചിരുന്നതിനാൽ ശക്തിയായി നിലത്തടിച്ചില്ലെന്ന് മാത്രം. ഒരു സെക്യൂരിറ്റിക്കാരൻ അവളെ കൈകളിൽ കോരിയെടുത്ത് ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുവന്നു പോയി. പിടയ്ക്കുന്ന മനസ്സോടെ ജയലക്ഷ്മി പിന്നാലെ ചെന്നപ്പോൾ മാധുരിയും അങ്ങെത്തിക്കഴിഞ്ഞിരുന്നു. ഡോക്ടറെ, എൻ്റെ മോള്. സാരിത്തുമ്പ് മുഖത്തമർത്തി ജയലക്ഷ്മി കരഞ്ഞു. പേടിക്കണ്ട, തൽക്കാലം നിങ്ങൾ പുറത്തിരിക്കും, ഞാൻ കുട്ടിയൊന്ന് നോക്കട്ടെ. ഡോക്ടർ ചെറിയാന് കുട്ടിയെ കിടത്തിയ ടേബിളിനടുത്തേക്ക് നീങ്ങി. ജയലക്ഷ്മി പുറത്തു വന്നു. എന്താ ചെയ്യണ്ടേ? മാധുരി തിരക്കി. എനിക്കറിയില്ല അമ്മായി. മാധുരിയുടെ തോളിൽ മുഖമടച്ച് അവൾ തേങ്ങി. അപ്പോഴത്തെ അവളുടെ ഭാവം കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി. ഗദ്ഗതത്തിനിടയിൽ അവൾ കാര്യങ്ങൾ ചുരുക്കത്തിൽ മാധുരിയോട് പറഞ്ഞു. ശാലുവിൻ്റെ പൾസ് നോക്കിയ ഡോക്ടറുടെ നെറ്റി ചുളിച്ചു. പൾസ് നിലച്ചിരിക്കുന്നു. മാത്രവുമല്ല, മണിക്കൂറുകൾക്ക് മുൻപ് മരിച്ചതുപോലെ ശരീരം ഐസ് പോലെ തണുത്തിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ നോവൽ ഇവിടെ തുടരുകയാണ് കേട്ടോ. ഈ നോവലിൻ്റെ അടുത്ത ഭാഗത്തിനായി നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, നിങ്ങളുടെ കമൻറ്റുകൾ എന്ത് തന്നെയായാലും രേഖപ്പെടുത്തുക. ഈ ഒരു അധ്യായം കുറച്ച് ലെങ്തിയാണ്. നമുക്ക് ബാക്കിയുള്ള നോവലുകളൊക്കെ റെഡി ആയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലെങ്ത്ത് കൂട്ടി ചെയ്യുന്നത്. എല്ലാവർക്കും കുറച്ചും കൂടി വേഗത്തിൽ നോവൽ കേൾക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. എന്തു തന്നെയായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. വീണ്ടും നാളെ പുതിയ അധ്യായമായിട്ട് നമുക്ക് കാണാം. എല്ലാവർക്കും ശുഭദിനം.